Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. ഇത് വഴി, കല്ലും മുള്ളും നിറഞ്ഞ കാട്ടുവഴി, കഷ്ടപ്പാടും ദുരിതങ്ങളും നിറഞ്ഞ ജീവിതം പോലെ, കാട്ടുചോലകളും പച്ചപ്പും മരങ്ങളും ഉള്ള പ്രകൃതിയുടെ മാറിൽ മനുഷ്യൻ തീർത്ത നാട്ടുവഴി. ജീവിക്കാൻ, നിലനിൽക്കാൻ അതാവാം. എന്നാൽ പ്രകൃതിയുടെ മാറ് കീറി മുറിച്ച് പുരോഗമനം, വികസനം എന്നൊക്കെ പറഞ്ഞ അവനുണ്ടാക്കുന്ന പുതിയ വഴി മരുഭൂമിയിലേക്കാണ്. മരണത്തിലേക്കാണെന്ന് അവൻ അറിയുന്നില്ല. കുടിക്കാൻ നല്ല വെള്ളമില്ലാതെ, ശ്വസിക്കാൻ ശുദ്ധവായു ഇല്ലാതെ അത്യാർത്തിയോടെ അവൻ താണ്ടുന്ന ഈ വഴി ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നത് ഒരു തോന്നലാണ്.
അല്ല, പിള്ളേർക്ക് നമ്മുടെ സിനിമയുടെ സബ് ടെക്സ്റ്റ് പിടികിട്ടിട്ടുണ്ടാവും. ഓ പിന്നെ ഷോർട്ട് ഏതാ സീൻ ഏതാന്ന് അറിയാത്ത പിള്ളേർക്കല്ലേ. ആ നിക്ക് ഇവരെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? എന്നാലും ഞാനൊന്ന് പരിചയപ്പെടുത്തിയേക്കാം. ഇവരാണ് നിങ്ങൾ ഇപ്പോൾ കണ്ട 6 ബോറൻ സിനിമ ഉണ്ടാക്കിയ മഹാരഥന്മാർ. ആ നിങ്ങൾ ഇവരെ കണ്ട് പഠിക്കരുത്. അതാണ് നിങ്ങൾക്ക് തരാനുള്ള ആദ്യം എൻ്റെ ഉപദേശം. ആ പൊക്കോ. ജൂനിയേഴ്സിന് മുമ്പിൽ വെച്ച് അധികം പറയേണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇവിടം കൊണ്ട് നിർത്തിയത്. സിനിമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീയൊക്കെ എന്നതാടാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇതിലും നല്ലത് ഒരു കത്തി എടുത്ത് എന്നെ അങ്ങ് കുത്തി കൊല്ലുവാർന്നു. അല്ലെങ്കിൽ ഇതാണ്ട് ആ കെട്ടത്തിന് മോളിൽ അങ്ങ് തള്ളി താഴെ ഇട്ടാലും മതിയായിരുന്നു. സമ്മതിക്കണം, സിനിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഒരു ഉത്തമ സൃഷ്ടി കണ്ടാൽ മനസ്സിലാകാത്ത കലാബോധമില്ലാത്ത പ്രൊപ്പറേറ്ററെ, ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്നതിനേക്കാൾ നല്ലത് തനിക്കൊരു തയ്യക്കട നടത്തുകയായിരുന്നു. കലയും മണ്ണാണോ പിണ്ണാക്കാണോ എന്നറിയാത്ത നിങ്ങളാണ് ഈ സ്ഥാപനം നടത്തുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ പ്രിയങ്കരനായ GK സാറിനെ ഓർത്ത് ഇപ്പം ഞാനൊന്നും പറയുന്നില്ല. എന്നിട്ട് അവനവിടെ GK ഗംഗാധരൻ കാസർഗോഡ്. നിങ്ങളുടെ ഈ സിനിമ ഒരാവർത്തി കൂടി കാണാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് എവിടെയും പോയി ഒളിച്ചിരിക്കാന്നോ? അതോ നിങ്ങളെ ഒരു കൊല്ലം പഠിപ്പിച്ച ക്ഷീണം കൊണ്ട് എവിടെയെങ്കിലും മാറിക്കിടന്ന് ഉറങ്ങുവാന്നോ? ഒരു സ്ഥലകാല ബോധമില്ലാത്ത ഇവനെ പിടിച്ച് പ്രിൻസിപ്പളാക്കിയാണ് ഞാൻ ചെയ്ത കുഴപ്പം. ലോനപ്പൻ സാറേ, GK സാറിനെ പറ്റി ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോയാൽ തന്നെ ഞങ്ങൾ തല്ലിക്കൊല്ലും. ലോക സിനിമ എന്താണെന്നും ഇന്ത്യൻ സിനിമ, മലയാള സിനിമ എന്നിവയെല്ലാം കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ച GK സാറിനെ പറ്റി എന്നൊരക്ഷരം മിണ്ടിപ്പോരും. ഓ, നിങ്ങളായി നിങ്ങളുടെ പാടായി. ഏതായാലും ഇവിടുത്തെ കോഴ്സ് കഴിഞ്ഞല്ലോ, ഇനിയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി തന്നു. അങ്ങനെ പോകാൻ പറ്റില്ല. പിന്നെ പുതിയ ബാച്ചിലെ പുതിയ കുട്ടികളുമായിട്ട് അനുഭവ സമ്പത്തുകളുണ്ടല്ലോ ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ, അത് പങ്കുവച്ചതിന് ശേഷമേ പോകാവുന്ന GK സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്റെ കർത്താവേ, ഈ GKയിൽ നിന്നും എന്നെയും എന്റെ പുതിയ കുട്ടികളെയും കാത്തുകൊള്ളണമേ. നന്നായി മക്കളെ, നന്നായി. ഇവിടെ കിടന്ന് സുഖിച്ച് ഉറങ്ങുവാണല്ലേ? ഇപ്പൊ ശരിയാക്കി തരാ. താനെന്ത് പണിയോട് കാണിച്ചേ? ഞാൻ മനോഹരമായ ഷോട്ട് എടുത്തോണ്ടിരിക്കായിരുന്നു. അപ്പോഴാ തന്റെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലോ കേട്ടോ. എടോ GK, തനിക്കോ സിനിമ എന്തെന്ന് അറിയത്തില്ല. പഠിപ്പിച്ച് ആ പിള്ളേരെ താനൊരു വഴിക്കാക്കി. എന്നിട്ടും ഷോട്ടുകൾ സ്വപ്നം കണ്ടങ്ങനെ കിടക്കുകയാണ്. സമ്മതിക്കണം. ഒരു പ്രൊപ്പറേറ്ററായ താനെന്നൊക്കെ പറയും. തന്റെ മനസ്സിൽ സിനിമയില്ല, സിനിമ സ്വപ്നങ്ങളും ഇല്ല. എങ്ങനെയെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തി കുറെ കുട്ടികളെ പറ്റിച്ച് കുറച്ച് കാശുണ്ടാക്കണം എന്നുള്ള ഒരു ഒറ്റ വിചാരമേ എനിക്കുള്ളൂ. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഞാനൊരു കലാകാരനാണ്. എനിക്ക് എൻ്റെതായ സിനിമാ സ്വപ്നങ്ങളുണ്ട്. അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. 16-ാമത്തെ വയസ്സിൽ സിനിമയിൽ നായകനാൻ വേണ്ടി മദ്രാസിലേക്ക് വണ്ടി കയറി എന്നുണ്ടല്ലോ. താൻ സിനിമ പഠിപ്പിക്കണ്ട. 20-ാമത്തെ വയസ്സിൽ MBBS അഡ്മിഷൻ വന്ന കാർഡ് വീട്ടുകാരറിയാതെ കീറിക്കളഞ്ഞ് പൂനെക്ക് വണ്ടി കയറി സിനിമ പഠിച്ചിറങ്ങിയ എന്നെ താൻ സിനിമ പഠിപ്പിക്കാൻ, എന്നിട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ടല്ലേ വന്നത്? പിന്നെ പഠിപ്പിക്കാൻ താൻ എന്നെ എന്തിനാ വിളിച്ചത്? വേണ്ടെന്ന് പറയായിരുന്നില്ലേ? പിന്നെ ചൂടാവരുത്. ഡിയർ ജൂനിയർ സ്റ്റുഡൻസ്, നിങ്ങളിങ്ങനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് റാഗിങ്ങിനാണെന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. വളരെ വിശദമായിട്ടുള്ള ചില പരിചയപ്പെടലുകൾ, പിന്നെ നിങ്ങളുടെ എയിമിനെ കുറിച്ചുള്ള ഡിസ്കഷനുകൾ, നിങ്ങളെ നാളത്തെ സിനിമാക്കാരാക്കുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ ഡിസ്കഷൻ. എല്ലാം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് നിങ്ങളുടെ വക ഒരു ട്രീറ്റ്, അത്രേ ഉള്ളൂ. ഇനി ഓരോരുത്തരും നിങ്ങളുടെ പേരും ബാക്ക്ഗ്രൗണ്ടും വിവരിക്കും. എന്റെ പേര് ഫാത്തിമ എന്നാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ എന്റെ അച്ഛന്റെ പേര് അതിന്റെ അമ്മയ്ക്ക് അറിയാമെന്ന് ഞങ്ങളും കരുതുന്നു. ഇതാ കഴുതേ, സീനിയർ ആണെന്നൊന്നും ഞാൻ കരുതൂല. എന്റെ കയ്യിൽ നിന്നൊന്നും കിട്ടിയാലേ നീ പിന്നെ വീട് കാണൂല, പറഞ്ഞേക്കാം. വേണ്ട സമാധാനപരമായ പരിചയപ്പെടും, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജൂനിയറിന്റെ നടി മേടിച്ചു മോനം കെടുത്താതെടാ. അങ്ങനെ പറഞ്ഞോട്. നെക്സ്റ്റ് പ്ലേസ്. ഞാൻ ജീവൻ. നിൽക്കാൻ ശേഷിയില്ലാത്ത നിന്റെ പേര് ജീവൻ എന്നാണോടാ? നിനക്ക് തന്റെ തലയൊന്നുമില്ലടാ. അയ്യേ, ഞാൻ ചേട്ടനെ പോലൊന്നുമല്ല, എനിക്ക് വീട്ടിലെല്ലാരും ഉള്ളതാ. ഓക്കെ, നെക്സ്റ്റ്. ഞാൻ ചൂളമണി. എന്തു മണി? ചെങ്കച്ചൂള മണിയുണ്ടായി.
വേറെന്തെങ്കിലും അറിയണം? അയ്യോ ഒന്നും അറിയണ്ട മോനെ. ഒരു ചാനൽ റിയാലിറ്റി ഷോയിൽ അഭിനയിക്കാൻ പോയിട്ടുണ്ട്. അതിനെ തുടർന്ന് ചെങ്കച്ചൂളയിലുള്ള ഒരു പിരിവെടുത്ത് അഭിനയം പഠിക്കാൻ വിട്ടതാണ്. ഇനി സൂപ്പർ സ്റ്റാർ ആയിട്ടേ ചൂളയിലോട്ട് കയറാൻ പറ്റുള്ളൂ. ഞാൻ ബെഞ്ചമിൻ. എനിക്കൊരു ക്യാമറാമാൻ ആവാനാണ് ആഗ്രഹം. എൻ്റെ അച്ഛൻ പത്രത്തിലൊരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. ഈ കാണാൻ പാടില്ലാത്ത എന്തുണ്ടെങ്കിലും അത് കാണുകയെന്ന് ഞങ്ങൾ കുടുംബക്കാരുടെ ജന്മസിദ്ധമായ കഴിവാണ്. ഈ കഴിവ് വെച്ച് തൃശ്ശൂരിലെ മദ്യമാഫിയുടെ ചില ചെയ്തികൾ കണ്ടുപിടിച്ചു. എന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് പ്രസിദ്ധീകരിച്ച മൂലം എൻ്റെ അച്ഛൻ ചുമരിലെ മാല ഇട്ടിരിപ്പായി. ഒരു സിനിമയ്ക്ക് പ്രധാനമായും വേണ്ടത് നല്ല തിരക്കഥയാണെന്നാണ് എൻ്റെ ശക്തമായ അഭിപ്രായം. മിക്ക സിനിമകളുടെയും പരാജയ കാരണം നല്ല തിരക്കഥയില്ലായ്മയാണ്. ഇത് അജയൻ. ഞാൻ കമൽ ഷാ. ഐ ബിലീവ് ദാറ്റ് ദ സിനിമ ഈസ് ആർട്ട് ഓഫ് ഡയറക്ടർ. എൻ്റെ നാട്ടിലെ പല ചോരത്തിളപ്പുള്ള സംഭവങ്ങൾ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുവാൻ സിനിമാ സംവിധായകൻ്റെ കുപ്പായത്തിന് കഴിയും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിചാരിക്കുന്നു. ഞാൻ മായാവതി, കണക്ക് മാഷിന്റെ കണക്കൂട്ടുകളിൽ തെറ്റിച്ച മലപ്പുറംകാരി. സിനിമ ഭയങ്കര ക്രേസാ. വീട്ടുകാർക്ക് സിനിമ എന്ന് പറയുമ്പോ ഭയങ്കര പേടിയാ. എനിക്കിഷ്ടമുള്ള വിഷയം ഞാൻ പറഞ്ഞ ഈ കാര്യം അവർക്ക് എവിടെ മോനെ നീ മുമ്പ് പഠിച്ചേ? ഓക്കേ, ബൈ ദ വേ സുഹൃത്തുക്കളെ, വെടി വഴിപാടിന്റെ കാര്യം മറക്കരുത്. ഷാർപ്പ് അറ്റ് 7 o'clock. ഓക്കേ ഓക്കേ ഓക്കേ. താങ്ക് യു. സ്റ്റുഡന്റ് ആണോ? വരൂ. Hey. Hi. Hello. Sit down. I'm Neelima. I'm a North Indian Malayali. So सब कुछ ट्राई किया, किसी में इंटरेस्ट नहीं था. So സിനിമ തന്നെ പഠിക്കാമെന്ന് വെച്ചു. വളരെ നല്ലത് തന്നെ മോളെ. മോക്ക് ഇവിടെ തന്നെ സിനിമ പഠിക്കാൻ പറ്റിയല്ലോ. വലിയ ഭാഗ്യം തന്നെ. ഇനി പരിചയപ്പെടാൻ ആരെങ്കിലും ബാക്കിയുണ്ടോ? ഒരാളൂടെ ഉണ്ട്. ഞാൻ ഇന്ദിര. എടുത്തോളിയാ. എത്ര പീസുകളാളിയാ. ഈ കൊല്ലത്തെ ബാച്ച് പഠിച്ചാൽ മതിയായിരുന്നു. വാവിട്ട വാക്കും കൈവിട്ട പഠന കോഴ്സും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ലളിയാ. ഡിയർ ജൂനിയർ ബോയ്സ്, ഈ സുന്ദരിമാരോടൊപ്പം കോഴ്സ് ചെയ്യുവാൻ സാധിച്ച നിങ്ങൾ ഭാഗ്യവന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിചയപ്പെടൽ ഞാനിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. Come on, juniors. കറങ്ങി നടക്കും രവിയേട്ടാ, ഒരു ചായ. മക്കളെ, ഇതാണ് നിങ്ങളുടെ വയറിന്റെ വിശപ്പ്. ഈ ഷോല രവിച്ചേട്ടനാണ് ഇനി നിങ്ങളുടെ അന്നദാതാവ്. രവി മക്കളെ, പണ്ട് രവിയേട്ടൻ ബോംബെയില് ചായക്ക് നടത്തിക്കൊണ്ടിരുന്നപ്പോ അവിടെ ഷോലയുടെ ഷൂട്ട് കണക്കുണ്ടായിരുന്നു. അതിൽ ക്രൗഡിന്റെ ഇടയിൽ പുള്ളി ഒരാളായിട്ട് അഭിനയിച്ചു. അത് വിശാലായിട്ട് നാട്ടിലേക്ക് കത്തെഴുതി. അന്ന് മുതൽ രവിച്ചേട്ടൻ ഷോല രവിയായി, ഗബ്ബർ സിംഗ് മൂപ്പരുടെ ദൈവമായി. കളിയാക്കൊന്നും വേണ്ട മക്കളെ. നമ്മൾ ഓരോരുത്തർക്കും നമ്മൾ അറിയാതെ ഓരോ പേര് വീഴും. ചിലതൊക്കെ അങ്ങ് പതിഞ്ഞു പോവുകയും ചെയ്യും. ഈ കക്കാരവി സ്പടികൻ ജോർജ് എന്നൊക്കെ പറയണ പോലെ അല്ലേ? അതെ, അത്രയേ ഉള്ളൂ. പക്ഷേ ഷോലെ രവി ആയതിനു ശേഷം 20 കൊല്ലമായി ഞാനിവിടെ എത്രയോ പേർക്ക് ചായ കൊടുക്കും. അവരിൽ ചിലർന്ന് സിനിമയിൽ പലതുമായിട്ടുണ്ട്. നാളെ ഞങ്ങളും എന്തെങ്കിലുമൊക്കെ ആവും. ആരായാലും കൊള്ളാം, ഇവിടത്തെ കടക്കാരനാവാതിരുന്ന മാത്രം മതി. വെള്ളിത്തിരയിൽ നിങ്ങളിറങ്ങിയ വഴികൾ തേടിയിറങ്ങിയവർ, ചലനങ്ങളിലെ ചിത്രമൊരുക്കിയ ഭാവന കണ്ടുമയങ്ങിയവർ. വെള്ളിത്തിരയിൽ നിങ്ങളിറങ്ങിയ വഴികൾ തേടിയിറങ്ങിയവർ, ചലനങ്ങളിലെ ചിത്രമൊരുക്കിയ ഭാവന കണ്ടുമയങ്ങിയവർ.
പതിഞ്ഞു കിടക്കുവതെല്ലാം എന്ന് പകർത്തിയെടുക്കുന്ന മനസ്സിൽ പതിഞ്ഞു കിടക്കുവതെല്ലാം എന്നിനി ഒപ്പിയെടുക്കും ഞാൻ. കാലമൊരുക്കിയ ചായക്കൂട്ടിൽ കാഴ്ചയൊരുത്സവമാകൂ, ഒരു നാൾ കാണാൻ മത്സരമാകൂ, മത്സരമാകൂ. ഈ സിനിമ എന്നത് കാഴ്ചയുടെ കലയാണ്, അല്ലാതെ പറച്ചിലിന്റെ അല്ല. എത്രയോ കാലമായി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ചില കാഴ്ചകൾ കാണാം. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് നോക്കൂ. എന്ത് കാണുന്നു? ഛേ, ഒന്നുകൂടെ ശരിക്കും നോക്കൂ. എന്ത് കാണുന്നു? ആ, അതാണ് വ്യത്യാസം. നിങ്ങളിപ്പോ കാണുന്നത് ഒരു സാധാരണക്കാരന്റെ കണ്ണുകൊണ്ട്. എന്നാൽ നിങ്ങൾ ആ മരത്തിലേക്ക് ശരിക്കൊന്ന് നോക്കുക. അതിന്റെ വേരുകൾ, തായ്തടി, ചില്ലകൾ, പച്ചയും പഴുത്തതുമായ ഇലകൾ, മരത്തിലെ പൂക്കൾ, മരത്തിനെ ചുറ്റി നിൽക്കുന്ന ആ കാട്ടുവള്ളി, അതിലിരിക്കുന്ന കിളികൾ, ചെതൽ, ആ തൊലിയുടെ ടെക്സ്ചർ, അങ്ങനെ പലതും കാണാൻ പറ്റും. ആ മരത്തിനെ ഇങ്ങനെയൊക്കെ കാണാൻ സഹായിച്ച വെളിച്ചം മാറുമ്പോ ആ മരത്തിന് തന്നെ വ്യത്യസ്ത ഭാവമാറ്റം ഉണ്ടാവുന്നത് കാണാം. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, പിന്നെ നിലാവുള്ള രാത്രിയിൽ, അങ്ങനെ ഓരോന്നിനും മാറ്റം കാണാം. അത് മാത്രമല്ല, ആ മരത്തിൽ നോക്കുന്ന ആളിന്റെ മാനസിക ഭാവവും ആ മരത്തിൽ പ്രതിഫലിക്കും. മനസ്സിലായില്ല സാറേ? മനസ്സിലാക്കി തരാടാ ചൂളെ. ഇപ്പൊ തന്റെ കഥാപാത്രം ഒരു കള്ളനാണെങ്കിൽ പോലീസ് പിന്തുടർന്നു വരുമ്പോൾ തന്നെ അവരിൽ നിന്നും മറിഞ്ഞിരിക്കാൻ സഹായിക്കുന്നു ആ മരം. മറ്റൊരു കഥയിൽ കാമുകൻ കെട്ടിത്തൂങ്ങി മരിച്ച ആ മരത്തിനടിയിലൂടെ കല്യാണം കഴിഞ്ഞു പോകുന്ന കാമുകിക്ക് മറ്റൊരു ഭാവം നൽകുന്നു ആ മരം. ആ തടിക്കച്ചവടക്കാരന് മറ്റൊരു ഭാവം നൽകും ആ മരം. അതും ശരിയാണ് കച്ചവടക്കാരാ. ഇനി പടയെടുത്ത് പൊളിഞ്ഞൊരു പ്രൊഡ്യൂസർക്ക് മറ്റൊരു ദൃശ്യാനുഭവം നൽകും ആ മരം. ശരിക്കും ഞാൻ കോമഡി ഒന്നും പറഞ്ഞില്ലല്ലോ. റിയാലിറ്റി. ഇന്നത്തെ മതി സാർ. എന്താടാ? അങ്ങനെ ഈ മരം, കല്ല്, മനസ്സ്, നദികൾ, പൂക്കൾ, പക്ഷികൾ ഇവയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് കാലം പിടിക്കും അല്ലേ GK സാർ? പിന്നെ താനെന്ത് കരുതി പപ്പടം ചുട്ടെടുക്കുന്ന പോലെ ഇതൊക്കെ എളുപ്പ പണിയാണെന്നോ? താൻ ഇവരോടും ആ മരക്കഥ പറഞ്ഞു അല്ലേ? കഴിഞ്ഞ തവണ ഈ മരക്കഥ കാരണം 4 പിള്ളേരാ ഇവിടുന്ന് പിരിഞ്ഞു പോയത്, അറിയോ? എന്റെ മരക്കഥ കാരണമൊന്നുമല്ല, ഈ സ്ഥാപനത്തിന് ദയനീയ സ്ഥിതി കണ്ടിട്ട് അവർ പോയത്. ഈ സ്ഥാപനത്തിന് എന്നതാ ഒരു കുഴപ്പം? ഓരോ ടീച്ചേഴ്സും അവരവരുടെ ക്ലാസ്സുകൾ നന്നാക്കണം. അങ്ങനെയാണ് ഒരു സ്ഥാപനത്തിന് നല്ല പേരുണ്ടാവുന്നത്. അപ്പൊ എന്റെ ക്ലാസ് ശരിയല്ല എന്ന് എന്നാ എന്നെ കൂടെ പിരിച്ചു വിട്ടേക്ക, ഞാൻ പോയേക്കാം. എന്താ പിരിച്ചു വിടുന്നില്ലേ? പിന്നെ ഈ തുക്കട സ്ഥാപനത്തിന് മാഷ കിട്ടണമെങ്കിൽ താൻ ചക്രശ്വാസം വലിക്കേണ്ടി വരും. പ്രൊപ്പറേറ്റർ ലോനപ്പനെ കണ്ടൊന്നുമല്ല ഈ GK അവിടെ ഇരിക്കുന്നത്. സിനിമാ സ്വപ്നങ്ങളുമായി ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച് അകലങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന സ്റ്റുഡൻസിനെ ഓർത്തിട്ടാ. ബെഞ്ചമിന്റെ കയ്യിൽ ക്യാമറ കിട്ടിയാ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഡേയ്, ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ ക്യാമറാമാൻ ആവാൻ വേണ്ടി ജനിച്ചവനാണ്. കണ്ടില്ല അവൻ്റെ ഒരു സ്റ്റൈല്. അല്ലെങ്കിലും അജയന് തിരക്കഥയിലല്ലേ താല്പര്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും പഠിക്കണം. അല്ല, ഇവ എന്തൊരു പറയണത്? എനിക്ക് നടനായ മതി, അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും പഠിക്കാൻ താല്പര്യപ്പെടും. അത് ശരി.
നീ മറ്റൊന്നും പഠിച്ചിട്ട് കാര്യമില്ല എന്റെ ചൂടേ. കറക്റ്റ്. ഡേയ് എന്തരാലോചിച്ച് കൂട്ടണത്? അവൻ ഷോട്ട് പ്ലാൻ ചെയ്യുന്നതാ. ഒരുപാട് പ്ലാൻ ചെയ്യല്ലേടേ, അവസാനം പൊളിഞ്ഞ് പാളീസാവും. അവനൊന്ന് വെറുതെ വിട്ടേക്കണം. ഡാ ഈ ഷോട്ട് ഒന്ന് നോക്കിയേ, എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് വാടാ, നോക്ക്. ഈ ഷോട്ടിന് നല്ല ഡെപ്ത് ഫീൽ ചെയ്യണില്ലേ? ഇതൊക്കെ എന്തോന്ന് ഷോട്ട്? ഒരു ജിമ്മി ഉണ്ടായിരുന്നെങ്കിൽ. യാത് ജിമ്മി? നിനക്ക് നമ്മളൊന്നും പോരെ? എടാ ജിമ്മി ജിബ്ബാ ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ ഷോട്ടുകളെല്ലാം വളരെ മൂവ്മെന്റ് ഷോട്ടുകൾ. എന്നെ പോലെ തന്നെ. യെസ്, ഓരോരുത്തരുടെ ക്യാരക്ടർ അവരുടെ വർക്കിലും കാണും. അതില് സംശയമൊന്നും വേണ്ട. ഓരോന്ന് ചെയ്യണാകുമ്പോ ഓരോരുത്തന്മാരെ സ്വഭാവം മനസ്സിലാവും. അതൊക്കെ നമ്മളെ രേനിയണ്ണായി. ഫൈറ്റ് സീനിന് മുമ്പ് 2 ഡയലോഗ് കാച്ചു, അപ്പൊ തന്നെ അറിയാം മറ്റോന്റെ കാര്യം കാട്ട പോകാം. നിങ്ങൾക്കിങ്ങനെ പരാതിയും പരിഭവം പറയാൻ വളരെ എളുപ്പമാണ്. ഓരോ വർഷവും ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുള്ള ബുദ്ധിമുട്ടേ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ബുദ്ധിമുട്ടാണെങ്കിൽ അടച്ചുപൂട്ടണം എന്ന് മറ്റുള്ളവരെ പോലെ ഞാൻ പറയില്ല. ഒരു സ്ഥാപനം പൂട്ടാൻ എളുപ്പമാണ്, നടത്തിക്കൊണ്ടു പോവാനാ പണി. അല്ലല്ലോ അനപ്പ സാറേ? കനകം പറഞ്ഞു വളരെ കറക്റ്റാ. ഇവിടെ ആത്മാർത്ഥതയുള്ള കാര്യങ്ങൾ നേരാവണ്ണം മനസ്സിലാക്കുന്ന ഒരേ ഒരാൾ കനകം മാത്രമാണെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതേ ഇതൊക്കെ കൊണ്ട് തന്നെയാ. അതിന്റെ രഹസ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാ പറഞ്ഞേ? നിങ്ങൾ പൂട്ടുവോ നടത്തുവോ എന്താന്ന് വെച്ചാ ചെയ്തു. തൽക്കാലം ഇപ്പൊ ഇവിടെ നമ്മൾ കൂടിയതിന്റെ കാര്യം എന്താന്ന് വെച്ചാ പറയാം. ഈ വർഷത്തെ ഗസ്റ്റ് ലെക്ചേഴ്സിന്റെ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ കൂടിയിരിക്കുന്നു. അതെ, പ്രോഗ്രാം വെറുതെ ഷെഡ്യൂൾ ചെയ്താൽ പോരാ. ഈ വർഷമെങ്കിലും കൊള്ളാവുന്ന ആരെങ്കിലും ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരണം. കോറിയോഗ്രാഫിക്ക് ആരെയും കൊണ്ടുവരേണ്ടതില്ല, അതിന്റെ സ്വന്തമായിട്ടാ. എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണും? അപ്പൊ കുട്ടികള് ഈ കാര്യത്തിൽ ഇനി ചർച്ച വേണ്ട. അപ്പൊ കൊറിയോഗ്രാഫി കനകം തന്നെ. ഇനി ഫൈറ്റിന്റെ ക്ലാസ് അത് ലോനൊപ്പം തന്നെ ചെയ്യ്. ഞാനോ? അല്ല, എനിക്ക് പറ്റായികയൊന്നുമില്ല. കളിയാക്കിയാലും മനസ്സിലാവില്ലെങ്കിൽ എന്താ ചെയ്യാ? എന്നാ പറഞ്ഞേ? പറയാനുള്ള തെളിയിച്ച് പറയണം. ഒന്നുമില്ല, എല്ലാം ഓരോരുത്തർ സ്വയം തീരുമാനിക്കുകയാണെങ്കിൽ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഇരിക്കുന്നേ. അത് തന്നെയാ ഞാനും ചോദിക്കുന്നേ. അയ്യോ, എന്നാ കനക അങ്ങോട്ട് കയറി ഇരുന്നാട്ടെ. അയ്യോ ജിക്ക് ചൂടാവല്ലേ. ഫൈറ്റ് പഠിപ്പിക്കാൻ നമുക്ക് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു മാസ്റ്റർ തന്നെ വിളിക്കാം. വിളിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അവിടെ കാശ് ശരിക്കും കൊടുത്തേക്കണം, അല്ലെങ്കിൽ ഫൈറ്റ് തന്റെ പുറത്തായിരിക്കും. कितनी चाय चाहिए आपको? एक दो. ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു മക്കളെ? നല്ല പൊളപ്പനായിട്ട് പോണ. പിന്നെ രവിയണ്ണ, ഞാൻ ഒരു നടനാവാൻ പോണ കാര്യം ഓർമ്മ വേണം കേട്ടാ. ഈ ഉണക്ക ചപ്പാത്തിയൊക്കെ മാറ്റിയിട്ട് നല്ല പൊളപ്പം ഫുഡ് എന്തെങ്കിലും തരണം, എന്നാലേ എന്റെ ഗ്ലാമറൊക്കെ പുറത്തു വരും. ഉള്ള ഗ്ലാമറൊക്കെ നിലനിർത്താൻ ദൈവത്തോട് പ്രാർത്ഥിച്ച മോനെ. നെക്സ്റ്റ് വീക്കിലാണ് ഫൈറ്റ് മാസ്റ്റർ വരുന്നത്. കുറച്ച് പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ തന്ന് ഞങ്ങളുടെ ശരീരം ഒന്ന് പുഷ്ടിപ്പെടുത്തണ്ട ചേട്ടാ. മക്കളെ, ഈ ഹോട്ടൽ വെജിറ്റേറിയൻ ആക്കിയത് തന്നെ നിങ്ങളുടെയൊക്കെ സീനിയേഴ്സിന്റെ ഇത്തരം അഭിപ്രായത്തെ തുടർന്ന് മേലിലും ഇത് വെജിറ്റേറിയനായി തന്നെ തുടരുന്നതാണ് എന്റെ ആരോഗ്യത്തിന് നല്ലത്. രവിയേട്ടാ, തൊട്ടടുത്ത് ജംഗ്ഷനിലെ ഒരു നോൺ വെജ് ഹോട്ടൽ ഉണ്ട് കേട്ടാ. അവിടെ നിന്ന് നമ്മളെ രവിയണ്ണന്റെ കൈപുണ്യം വന്ന് എത്തൂലല്ലോ മച്ചു. കൈപുണ്യം അല്ല മോനെ, പാഠ്യപുസ്തകം. അത് കറക്റ്റ് രവിയണ്ണ. നാളെ വരുന്നവന് വേണ്ടിയുള്ള സാധന സാമഗ്രികൾ വാങ്ങിക്കാൻ ഒരുത്തിനെ പറഞ്ഞു വിട്ടിട്ട് നേരം കുറെ ആലോചിക്കേ. ഈ കല്ല്, കുപ്പിച്ചില്ല്, കയറ്, കമ്പി തുടങ്ങിയ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് സമയം കുറെ പിടിക്കും. അതൊക്കെ ചാല മാർക്കറ്റിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് കിട്ടും. ജികെയുടെ സാധനത്തിന് ക്യൂ നിൽക്കായിരിക്കും, അതാണ് വരാൻ താമസിക്കുന്നത്. ഈ സിനിമയിൽ ഫൈറ്റ് എന്ന സാധനത്തിന്റെ ആവശ്യമേ ഇല്ലെന്ന് എത്ര പറഞ്ഞാലും ഒരുത്തിനും മനസ്സിലാവില്ല. അതിന്റെ കൂടെ കുറെ ആഗ്രഹ സാധനങ്ങളും ഈ നശിച്ച താനെന്നെ തെറി പറയാണോ? പ്രോപ്പർട്ടീസ് പ്രൊപ്പറേറ്ററെ തന്നെ അല്ലടോ. അത് ശരി. എന്റെ ജികെ, ഫൈറ്റ്, ഡാൻസ് ഇതൊക്കെ സിനിമയ്ക്ക് വളരെ അത്യാവശ്യമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലേ സിനിമ കാണാൻ ആള് വരൂ. തന്നെപ്പോലുള്ള മന്ദബുദ്ധിയോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരാണും പെണ്ണും ഇഷ്ടപ്പെട്ടാൽ അപ്പൊ തുടങ്ങും ഒരു പാട്ട്. നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഹീറോയിസം കാണിക്കാൻ വേണ്ടിയിട്ടൊരു ഫൈറ്റ്. ഇതൊക്കെയാണോടോ ഒരു നല്ല സിനിമയെന്ന് പറയുന്നത്? ജിക്ക് ഒരു കാര്യം ചെയ്യും, താൻ എന്നെങ്കിലും ഒരു സിനിമ പിടിക്കുമ്പോൾ ഇതൊന്നുമില്ലാത്തൊരു സിനിമ പിടിക്കേ. തൽക്കാലം പിള്ളേർക്ക് ഞാനിതൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അവരുടെ ഫൈറ്റ് എൻ്റെ മുതുകത്തായിരിക്കും. മനസ്സിലായില്ലേ?
എന്നാ ബാലേട്ട താമസിച്ചേ? 1000 രൂപയ്ക്ക് ലോകത്തുള്ള സകല പ്രോപ്പും വേണം, കോപ്പും വേണം, മനുഷ്യന് തിന്നാനും കുടിക്കാനുള്ള അതും വേണം. നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയല്ലേ ബാലേട്ട? എടോ, സിനിമയില് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാല് എല്ലാം ഡമ്മി വെച്ചാ ചെയ്യാ, അല്ലാതെ ഒറിജിനൽ അല്ല. എനിക്ക് ആ GK സാറിന്റെ വർത്താനം ഒന്നും മനസ്സിലാകുന്നില്ല. അഭിനയത്തിന്റെ കാര്യം പഠിപ്പിക്കാൻ ഇനി എന്നാണാവോ ഒരാളെ കൊണ്ടുവരാൻ പോകുന്നത്? ആരെ കൊണ്ടുവരാൻ? ആക്ടിങ് പഠിപ്പിക്കണതേ നമ്മൾ ആ പ്രൊപ്പറേറ്റർ തന്നെ ആവും. തള്ളി തന്നെ എങ്കി അവന്റെ കൊരവള്ളി വലിച്ച് പൊട്ടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. നീയാണ് ചെല്ലിഷ്ട 10-12 കൊല്ലായിട്ടേ പിടിക്കാൻ നോക്കിട്ടേ പിടി തരാത്ത ഗഡിയാണ് ആള്. തൽക്കാലം നമുക്ക് ആരെയും അവിശ്വസിക്കണ്ട. ഫൈറ്റ് മാസ്റ്റർ കോബ്ര ഗണേഷ് എന്താവോ നമുക്ക് നോക്കാം. ഇവിടുത്തെ 1 വർഷത്തെ കോഴ്സ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ ആയില്ലെങ്കിൽ കോളനിക്കാർ എൻ്റെ മനോഹരമായ മോന്തര ഷേപ്പ് അടിച്ച് മാറ്റുമെന്നുള്ള കാര്യം ഉറപ്പാ. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഞാൻ എൻ്റെ പേര് തന്നെ മാറ്റും. എന്താണാവോ ആ പുതിയ പേര്? ഞാൻ അതിന്റെ ആലോചനയില്ല. നമുക്കത് MT അജയ് എന്നാക്കിയാലോ? അത് വേണ്ട, അജയൻ ബർഗർ എന്നാക്കാം. അതെന്തുട്ടാ? ബർഗർ തിന്നാനുള്ള സാധനല്ലേ? അല്ലടാ, ബർഗർ കേട്ടിട്ടുണ്ട? അതിനെ ഒന്ന് മോടി പിടിപ്പിച്ചാണ് അജയൻ ബർഗർ. എന്തുട്ട് വർത്താനീ പറയണേ? എടാ, കടം കയറി തൂങ്ങിച്ചത്ത കർഷകരുടെ നാടായ വയനാട്ടിൽ നിന്നല്ല പറഞ്ഞേ. അപ്പൊ അവന് ചേർന്ന പേര് ഹാങ്മാൻ അജയ് എന്നാണ്. നിർത്തടാ, എല്ലാവരും വെറുതെ ഒരുമാതിരി തൂങ്ങിച്ചത്തവന്റെ മറ്റടുത്തേക്ക് തൂങ്ങരുത്. അതെടാ, കടം കയറി തൂങ്ങിച്ചത്ത കർഷകന്റെ മോനാ ഞാൻ. അതിന് പിന്നിലെ കണക്കും കുടിലതകളും എനിക്ക് ലോകത്തോട് വിളിച്ച് പറയണം. അതിനാണ് ഞാൻ ഈ മീഡിയ തിരഞ്ഞെടുത്തത്. വിട്ടേക്കടാ, ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ. പോട്ടളിയാ, വിട്ടേക്ക്. നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് വരാം. നാളത്തെ ഫൈറ്റ് ക്ലാസ്സിനെ പറ്റി നമുക്ക് ആലോചിക്കാം. ആ, കണ്ടില്ലേ? ആക്ഷൻ സീനുകൾ കണ്ടില്ലേ? ഇനി ഞാനത് നിങ്ങൾക്ക് വിവരിച്ചു തരാൻ പോവുകയാണ്. എല്ലാവരും വളരെ ശ്രദ്ധിച്ചു നിൽക്കണം. ഇവിടെ അടുക്കിയിരിക്കുന്ന ഈ ബ്രിക്സ് ഒരേ ഒരു പഞ്ചിലൂടെ ഞാൻ ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. ഈ ബ്രിക്സിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശക്തി മുഴുവൻ വലത് കയ്യിൽ ആവാഹിച്ച് റെഡി 1 2 3. കോൺസെൻട്രേഷൻ മാറിയതാ. ബാലേട്ടാ, എന്ത് പണിയാ നിങ്ങൾ ഈ കാണിച്ചത്? ആരാ ഈ ഒറിജിനൽ കട്ട ഇവിടെ കൊണ്ടുവന്ന് അടുക്കി വെച്ചത്? 10-30 കൊല്ലം സിനിമയിൽ പ്രവർത്തിച്ച നിങ്ങൾക്കറിയില്ലേ സിനിമ എന്നത് ചീറ്റിങ്ങിന്റെ കളിയാണെന്ന്? ഡമ്മി കൊണ്ടുവരൂ. അയ്യോ, എന്റെ സാറേ, വല്ലതും പറ്റിയോ? ഈ പിള്ളേര് പറ്റിച്ച പണിയാ ഡമ്മി. വീണ്ടും ശ്രദ്ധിക്കൂ. One more. ഇത് കൊള്ളാം മാഷേ. നല്ല പുല്ല്. ബ്രൂസ് ലീ ആശാൻ ഇതുപോലെ കംപ്ലീറ്റ് ഡമ്മിയാ. ഇപ്പോ നമ്മളൊരു ഗ്രൂപ്പ് ഫൈറ്റ് കാണിക്കാൻ പോവുകയാണ്. ധൈര്യമുള്ള ഒരാൾ മുമ്പോട്ട് വരും. ഞാൻ വരാം സാറേ. ഇനി ഒരാൾ ഡയറക്റ്റ് ചെയ്യൂ. സാർ, വല്ലോ അറിയോ? എന്താ നിങ്ങളുടെ പേര്? ചൂളമണി. യുവർ അമിതാഭ് ബച്ചൻ. ഇവനാ? അപ്പൊ ഞാൻ ആരാണ്? കോബ്ര ഗണേഷ് മാസ്റ്റർ. നോ, നിങ്ങൾ അമിതാഭ് ബച്ചൻ ആവുമ്പോൾ ഞാൻ അമരീഷ് പുരി. ആട്ടെ, അമിതാഭ് ബച്ചൻ റെഡിയാണോ? റെഡിയാണ് സാർ. പഞ്ചാ പിടിച്ചോ. താൻ എന്തുവാണ് ഈ കാണിച്ചത്? സോറി സാറേ. വെച്ച 2 അണപ്പല്ലോ അവൻ അടിച്ചളക്കി. സാറല്ലേ സാറേ പഞ്ച് ഞാൻ പറഞ്ഞത്? മക്കളെ, ഇതാണ് സിനിമയും ജീവിതവും തമ്മിലുള്ള വ്യത്യാസം. സിനിമയിൽ ഒരാളെ ഇടിക്കുമ്പോൾ അയാളുടെ മുഖത്തിന്റെ 5 സെന്റിമീറ്റർ വ്യത്യാസത്തിൽ വന്ന് നിൽക്കണം. ഇതുപോലെ. മനസ്സിലായോ? കണ്ടാ? കഷ്ടം തന്നെടാ. അയ്യോ, കിട്ടിയത് കിട്ടി. പോട്ട്. ഇനി നമുക്ക് വേറൊരു ഐറ്റം. പെൺകുട്ടികളൊക്കെ അടുത്തു വരൂ. തന്നത് പോരെ, ഇനി ദൂരെ പോ. അടുത്തു വരൂ. ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. സെൽഫ് പ്രൊട്ടക്ഷൻ. ഇനി ഞാൻ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന ഒരാളാണെന്ന് കരുതുക. അപ്പൊ നിങ്ങൾ എങ്ങനെ തിരിച്ചു പെരുമാറും? അതാണ് വിഷയം. ഓരോ പഞ്ചും 5 സെന്റിമീറ്റർ, ഓരോ പഞ്ചും ഓരോ കിക്കും 5 സെന്റിമീറ്റർ വ്യത്യാസത്തിൽ വന്ന് നിൽക്കണം. ഓക്കെ, ഒന്നകന്ന് നിൽക്കൂ. ഓരോ കൈ അകലം. റെഡി? റെഡി. 1
2 3 സ്റ്റാർട്ട്. ദാ, 4000 രൂപയുണ്ട്. 4000. 4000 ഉള്ളുവേ. 4-5 ദിവസം എണ്ണ പാർട്ടി കിടക്കാനുള്ള അത്ര ഇനി ഞാൻ കൊണ്ട് ഒരു 10000 രൂപ കിട്ടാതെ ഞാനിവിടെ നിന്ന് പോകും. അതെ, ഒരു ദിവസം ഒരു ഗസ്റ്റ് ലെക്ചർക്ക് 1000 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ 4000 രൂപയല്ലേ വരത്തുള്ളൂ. ഇത് വെറുതെ വായിട്ടലയ്ക്കുന്ന പണിയല്ലാന്ന് സാർ കണ്ടതല്ലേ? അത് ഞാൻ കണ്ടു. 10000 രൂപയല്ലേ ഞാൻ ചോദിച്ചോളൂ. അടുത്ത ആഴ്ച ഇവർക്ക് ഷൂട്ടിംഗ് പ്രാക്ടീസ് ഉണ്ട്. അതായത് വെടിവെപ്പ് പരിശീലനം. തന്നെ ഡമ്മിയാക്കി നിർത്തി അവര് വെടിവെച്ച് പരിശീലനം നടത്തും. അതിനുകൂടി നിന്ന് വരുവാണെങ്കിലേ ഒരു 10000 രൂപ കൂടി തന്നേക്കാം. എന്നാ? അയ്യോ വേണ്ടേ, ഇപ്പൊ കിട്ടിയതൊക്കെ തന്നെ ധാരാളമാ. ഡമ്മിയായിട്ട് താൻ തന്നെ നിന്നോ. ഇങ്ങനെ സാധനങ്ങൾ വലിച്ചു വാരിയിടുകയാണെങ്കിൽ ഞാൻ എന്റെ കട്ടിലിന് നേരെ ഒരു കട്ടം വലിച്ചു കെട്ടും. ഒരൊറ്റ എണ്ണത്തിന് വൃത്തിയില്ല, ബോധവുമില്ല. ഒരു വീട്ടിൽ ഒരാൾക്ക് പോരെ ആ ബോധം. ഇവിടെ ഇപ്പോ നിനക്കാണല്ലോ വീട്ടുകാരുടെ റോള്. സുഖിപ്പിക്കല്ലേ. എല്ലാരും ഉഴപ്പാണെങ്കിലേ ഞാൻ അതിലേറെ ഉഴപ്പാ. ആ ഉഴപ്പ് ഭക്ഷണം വരുമ്പോഴും കാണണേ. ഹായ് ഹായ്, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കൂടെ ഒരു സെക്യൂരിറ്റി കൂടെ ഉണ്ടല്ലോ. വെറുതെ അല്ല നീ ഫുഡ് പറഞ്ഞ് ചാടി പോയത്. നീ പൊടി, ഞങ്ങൾ ഇപ്പൊ കണ്ടേ ഉള്ളൂ. നടക്കട്ടെ. ഹായ്, ഭക്ഷണം വന്നോ? എന്താ ഇൻട്രസ്റ്റ്? കുളി കഴിഞ്ഞാലുടനെ എനിക്ക് ഭക്ഷണം കഴിക്കണം. ചെറുപ്പം തൊട്ടേ ഉമ്മ ശീലിപ്പിച്ചതാണേ. എന്നാ നിന്റെ ഡാഡിയോട് വാങ്ങിത്തരാൻ പറ. ഇവിടെ നീ അല്ലടാ എന്റെ ഡാഡി. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനേ നീ ഞങ്ങളെ പാരന്റ്സ് ആക്കണ്ട. ഓരോരുത്തരും അവരവരുടെ കടമ ചെയ്യണം. കടമ? ഈ മാസത്തെ ഫീസ് ഇനിയും കടമ. എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാവും. ഈ പെൺവർഗത്തിന് അപമാനമായി സ്ഥാനത്തും അസ്ഥാനത്തും പണ്ടം തൂക്കി ഒരെണ്ണം നിക്കല്ലേ. അതിൽ നിന്ന് ഒരെണ്ണം അഴിച്ചു മാറ്റി നമ്മുടെ സ്ഥാപനത്തിൽ സൂക്ഷിക്കാൻ കൊടുത്താ പോരെ? നിനക്ക് മാത്രല്ല നമുക്ക് എല്ലാവർക്കും ഫീസ് അടയ്ക്കാൻ കാശാവും. അയ്യടാ, ഇതിലൊന്ന് പോയാലേ എന്റെ സൗന്ദര്യത്തിന്റെ മാറ്റം അറിയും. എന്നാ നീ 24 ക്യാരറ്റ് ആയിരുന്നോ? ഞാൻ ഫുഡ് കഴിക്കാൻ പോവാ. അയ്യോ, ഇത് വെച്ചോ. ബെഞ്ചമിൻ നീലിമ, നിങ്ങൾ എവിടെയാ നോയിക്കൊണ്ടിരിക്കുന്നേ? ഇല്ല ടീച്ചറെ, ഒരു സംശയം. ഈ ഡാൻസ് പഠിത്തവും സിനിമയും തമ്മിൽ എന്തുട്ട് ബന്ധമുള്ളത്? കുട്ടി ചോദിച്ചൊരു നല്ല ചോദ്യമാണ്. ചോദ്യമൊക്കെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം ടീച്ചറെ. ഉത്തരം തരാണ്. അതായത് എല്ലാത്തിനും ഒരു താളം ഉണ്ടാകുന്ന നല്ലതാണ്. ആ ജീവിതത്തിനൊരു താളം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കൊരു താളം. എന്തിന് ശ്വാസോച്ഛ്വാസത്തിന് പോലും താളമില്ലേ? ഭാവിയിൽ നിങ്ങളൊക്കെ വലിയ സിനിമാക്കാരാവുമ്പോ എന്താണ് ഞാൻ ഇപ്പൊ പറയുന്ന താളമെന്ന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. സംഗതി മൊത്തം അവതാളത്തിലാവുന്ന ലക്ഷണാ. ശരിയാ. ഇനി എല്ലാരും മ്യൂസിക് വെച്ച് പ്രാക്ടീസ് ചെയ്തോളൂ. ഞാൻ പോവാട്ടാ. ബാലേട്ടോ, ഇതിൽ പകുതിയിലധികം പേരും ഫീസ് അടച്ചായിട്ട് കാണുന്നില്ലല്ലോ. ബാലേട്ടൻ അവരെ കാണുമ്പോ ഒന്ന് സൂചിപ്പിക്കണം. അതൊക്കെ പതിവ് പോലെ ആ നോട്ടീസ് ബോർഡിൽ ഇട്ടാ പോലെ. അതുപോരാ, തുടക്കത്തിൽ തന്നെ നമ്മൾ അവന്മാരെ വെറുതെ നിർത്തിയില്ലെങ്കിലേ കാര്യങ്ങൾ കൈവിട്ടു പോകും. അതെ, കൈവിട്ടു പോകുന്ന കാര്യം ഉറപ്പാ. എന്തു പറ്റി കനകം? എന്റെ ലോനിപ്പ സാറേ, സാധാരണ ഒരു ബാച്ചിൽ 1-2 തലതിരിച്ച പിള്ളേരെ ഉണ്ടാവാറുള്ളൂ. ഈ ബാച്ചിൽ മൊത്തം പ്രശ്നക്കാരാ. ആണും പെണ്ണും ഒക്കെ കണക്കാ. അല്ല, അപ്പൊ ടീച്ചറെ ഒരു ക്ലാസ് ഇറക്കി വിട്ടോ? നമ്മളോടാ കളി. ഞാൻ ചുളിവിലിങ്ങി ഇറങ്ങി പോന്നു. അവറ്റുകൾ അവിടെ കിടന്ന് തുള്ളുന്നുണ്ട്, കേട്ടില്ലേ?
എന്തൊരു കോപ്പായി കാണിക്കണേ? ഇങ്ങനെ തുള്ളി കളിച്ച് കൊല്ലം തയ്ക്കാന പരിപാടി. ഇതിനാണെങ്കിൽ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്ന? ശരിയാണ്, ഇങ്ങനെ പോയാൽ ഒന്നും ശരിയാവും തോന്നണില്ല. അതന്നെ പറയണേ. ഇതുവരെ ആക്ടിങ്ങിൽ ഒരു വർക്ക്ഷോപ്പ് പോലും അവര് തന്നിട്ടില്ല. ക്യാമറയ്ക്ക് നല്ലൊരു എക്സ്പെർട്ടിനെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് എത്ര നാളായി? ഡയറക്ഷന്റെ കാര്യം പിന്നെ പറയേ വേണ്ട. ഉണ്ടായിരുന്ന GK സാറിനെ പോലും കാണാനില്ല. അങ്ങേരെ അത് പ്രൊഡ്യൂസറെ തപ്പിപ്പോയിരിക്ക. ഈ വർഷം വരുന്നു തോന്നുന്നില്ല. അല്ലടാ, ലീവിലാണെന്നാ പറഞ്ഞേ. എന്തായാലും വന്നാ വന്ന്, അത്രേ ഉള്ളൂ. നമ്മൾ വെറുതെ ചർച്ച ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഓരോ ദിവസം പോണ്ട് നമുക്കാ നമ്മുടെ കോഴ്സ് ഇങ്ങനെ തീരും. അല്ലെങ്കിലും പ്രൊപ്പറേറ്റർക്ക് ഫീസ് വേണമെന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളൂ. വാടാ, നമുക്ക് നേരിട്ട് ഓഫീസിൽ പോയി ചോദിക്കാം. നടക്ക്, വാ. നമുക്ക് അവരോട് ചോദിക്കാം. വരണം, ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു. ഞങ്ങളും ചിലത് പറയാൻ കാത്തിരിക്കുന്നു. എന്നാ പറയാ? ക്യാമറയ്ക്ക് ഇതുവരെ ആള് വന്നിട്ടുണ്ടോ? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഡയറക്ഷന്റെ ക്ലാസ്സിൽ ഒരാൾ വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? തന്നെ ഞങ്ങൾ കണ്ടോളാം. ഇഡിയറ്റ്. ബാലേട്ടാ, എന്തോ ഇക്കണക്കിന് പോയാൽ ഇത്തവണ നമ്മളൊരു പാഠം പഠിക്കും. നമ്മളല്ല, ലോനപ്പൻ സാറ്. നിങ്ങൾ എന്നെ പേടിപ്പിക്കില്ല ബാലേട്ടാ. ആ GK വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നേ. അയാളുടെ തലയിൽ ആൾതാമസം ഉള്ളതുകൊണ്ട് നേരത്തെ സ്ഥലമിട്ടതാവും. ആ ലീവ് കഴിഞ്ഞ് വരട്ടെ. അതുവരെ കാത്തിരിക്കാൻ ഈ പിള്ളേരെ സമ്മതിക്കില്ലല്ലോ. ബാലേട്ടാ, നിങ്ങൾക്ക് ഈ ഫീൽഡിൽ എന്നേക്കാൾ എത്രയോ വർഷത്തെ പരിചയമുള്ളതല്ലേ. അഭിനയം പഠിപ്പിക്കാൻ നമുക്ക് എവിടുന്നെങ്കിലും ഒരാളെ സംഘടിപ്പിക്കാൻ പറ്റത്തില്ലയോ? ഐ ആം സേതുപതി. ഞാൻ നിങ്ങൾക്ക് എനിക്കറിയാവുന്ന ചില ആക്ടിംഗ് ടിപ്സ് പറഞ്ഞു തരാം. പിന്നെ എനിക്ക് സമയമുണ്ടായിട്ടില്ല. പിന്നെ ഈ സ്ഥാപനത്തിലെ ആളുകൾ എന്നെ നിർബന്ധിച്ചപ്പോൾ എനിക്ക് നോ പറയാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് അല്പം കാര്യങ്ങൾ പറഞ്ഞു തരാൻ വിചാരിക്കാം. സാറേ, ഇതെങ്ങനെ ശരിയാവും? എന്നാ കുഴപ്പം? ഇങ്ങനെ താഴോട്ട് നോക്കിയിരുന്ന നമ്മളെ കഴുത്തിന് പണിയാവൂലേ? നോ പ്രോബ്ലം. എവിടുന്ന് കിട്ടുന്നു ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ? ഇപ്പൊ ഓക്കെ ആയില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ല. എന്താ പ്രശ്നം? ഇത്ര ഒരു സ്വാഭാവികം സംസാരിക്കാനോ പ്രവർത്തിക്കാനോ സാധ്യമല്ല. സാറേ, ഇതൊന്നും ശരിയാവില്ല. രക്ഷപ്പെട്ടു. ആക്ച്വലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റിക്കൽ പണിയായി പോട്ടോ. ഇതെന്താ കഥ? കഥയല്ലടാ കഴുതേ, തിരക്കഥ. തിരക്കഥയോ? തിരക്കഥ മാത്രമല്ല, സംഭാഷണം, സംവിധാനം, അങ്ങനെയെല്ലാം. ഇത് കുറച്ച് കൂടിയനാണല്ലോ. നിന്ന് വലിയ വായ വർത്താനം പറയാ. പോയി ഗ്ലാസ് എടുത്തോണ്ട് പോടാ. അതെ, പോടാ. വലിയ കുരിശായല്ലോ. കളി. അതെ, ഇത് ബാറല്ല, ചായക്കടയാ. ഇതൊന്നും ഇവിടെ നടപ്പില്ല. അയാള് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നേക്കാ. ഒരാള് ആരാ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ആരെയോ പ്രകാശൻ. ഞാൻ എവിടെയായിരുന്നു ഇതുവരെ? കുറെ കാലായാലും തന്നെ കണ്ടിട്ട്. ഓ, എന്താ ഒരു കോലം.
എല്ലാ ചോദ്യങ്ങളും കൂടി ഇങ്ങനെ ഒരുമിച്ച് ചോദിക്കല്ലേ രവിയേട്ടാ? നിങ്ങൾക്ക് ഇതുവരെ ബുദ്ധി തെളിഞ്ഞിട്ടില്ല? ഓ, നീ നന്നായി തെളിഞ്ഞിട്ടുണ്ടല്ലോ. അത് അതിരിക്കട്ടെ, നിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാ അത് പറ. എന്തു പറയാ, ഈ ഇന്ത്യ മഹാരാജ് മുഴുവൻ കറങ്ങാന്ന് കഴിഞ്ഞു. എന്നിട്ട് നടന്നോ? ചുമ്മാ വീട്ടു ഒരു വിത്തൗട്ട് ചായ. ഒരു വിത്തൗട്ട് ചായ. അല്ല, ആരിത് പ്രൊപ്പറേറ്റർ സാറോ? ഇത് ആര് എപ്പ എത്തി? ഞാനെത്തിട്ട് കുറെ കാലായി. എങ്ങനെയുണ്ട് പുതിയ പിള്ളേരൊക്കെ? ഓ, എന്നാ പറയാനാ, ഒക്കെ പിഴകളാ. നിങ്ങളെ ബാച്ചിലുള്ള പോലെ ഒരുത്തനും ഈ ബാച്ചിലില്ല. തലയ്ക്കകത്ത് ആൾ താമസം ഇല്ലാത്തവന്മാർ അധികവും. അതുകൊണ്ട് സാർ ഇപ്പൊ കഞ്ഞി കുടിച്ച് കഴിയുന്നല്ലേ? പ്രകാശ, ഞാൻ തനിക്കൊരാഴ്ചത്തേക്കൊരു പണി തരട്ടെ. എന്തിനൊരാഴ്ച? ആജീവനൊന്നും പണിയിട്ടിരിക്കല്ലേ? തമാശകളാ. തനിക്ക് അത്യാവശ്യം കുറച്ച് കാശ് തടയും. കാശിന്റെ കാര്യമൊക്കെ എടുത്തിരിക്കട്ടെ, സാറ് കാര്യം പറ. നമ്മുടെ പുതിയ കുട്ടികൾക്ക് ആക്ടിങ്ങിന്റെ ടിപ്സ് താൻ പറഞ്ഞു കൊടുക്കണം. ആക്ടിങ്ങിന്റെ ടിപ്സ് കൊള്ളാം സാറേ. ജീവിതകാലം മുഴുവൻ അഭിനയിച്ചോണ്ടിരിക്കുന്ന സാറുള്ളപ്പോ നമ്മുടെയൊക്കെ എന്ത് ടിപ്സ്? പ്രകാശ്, അതിന് അവർക്ക് നിന്നെ പോലെ വിവരമില്ലല്ലോ. എന്റെ നിഴല് കണ്ട അവന്മാർക്ക് കലിപ്പ. അത് കൊള്ളാം. അപ്പൊ പുതിയ പിള്ളേർക്ക് വിവരമുണ്ട്. അനുഭവിച്ച എന്റെ ലോകപ്പ സാറേ. ടിപ്സ് രവിയേട്ടാ, നല്ല ബുദ്ധിയുള്ള ആളാ. പറഞ്ഞിട്ടെന്താ? എന്തോന്ന് ബുദ്ധി? വാകയ്ക്ക് കൊള്ളാത്ത ബുദ്ധി ഉണ്ടാട്ടെ എന്നാ കാര്യം? കോഴ്സ് പാസ്സായിട്ട് കൊല്ലം 5 ഇപ്പോഴും താരാപേര നടക്കാണ്. ഞാനിപ്പോ ഈ ആക്ടിങ് ടിപ്സിന് ആരെ കണ്ടുപിടിക്കും? ഞാൻ മതിയോ? ഞാൻ പോട്ടെ, പിന്നെ വരാം. ഇങ്ങനെയൊക്കെ ഷോട്ടുകൾ പ്ലാൻ ചെയ്താ ലെഫ്റ്റ് റൈറ്റ് കണ്ടിന്യൂറ്റി അടിക്കില്ലേ? കണ്ടിന്യൂറ്റി ഇപ്പൊ ഒരു വിഷയമല്ല. ഇതൊക്കെ ഇപ്പൊ ആര് ശ്രദ്ധിക്കാനാ? നീ ഇപ്പോഴത്തെ പടമൊന്നും കാണാറില്ലേ? ജൂനിയേഴ്സിനെ കുറിച്ച് ഞെട്ടലാവൂലേ? ഓ പിന്നെ ആ ചിക്സ് ഉണ്ടോ അവിടെ? നോക്കളിയ പീസുകൾ ക്യാമ്പസ് ഒരു മാറ്റൂലേ ലളിയാ. ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു പടം കിട്ടേ, കണ്ടിന്യൂറ്റി എന്നൊരു വിഷയമല്ല. മാലിന്യ, ഞാൻ മായ. ഓഹോ, ഓ, മായ്ക്ക് എന്നെ മനസ്സിലായോ? ഇതാണ് പ്രശസ്ത സംവിധായകൻ യദു മർച്ചന്റ്. അപ്പോഴേക്കും പ്രശസ്തനായോ? അല്ല, പ്രശസ്തനാകാൻ പോകുന്ന സംവിധായകൻ. മനസ്സിലായി. നിങ്ങളുടെ ആ കത്തിപ്പടം ഇപ്പോഴും ഞങ്ങൾ മറന്നിട്ടില്ല. അതെ അതെ, എങ്ങനെ മറക്കാനാ? ഇവിടെ പഠിപ്പിച്ചതെല്ലാം ഞങ്ങൾ അതിൽ കണ്ടു. അല്ല, അതിരിക്കട്ടെ, സാറന്മാരെന്താണോ പ്രത്യേകിച്ച് ഇങ്ങോട്ട്? എന്റെ ആദ്യ കമേഴ്സ്യൽ പടത്തിന്റെ പൂജയാണ് ഈ വരുന്ന ഞായറാഴ്ച. ഒരു കോളത്തിനുണ്ട്. സ്വിച്ച് ഓൺ ആരാ? സ്വിച്ച് ഓൺ ലാലേട്ടനാണ്. ക്ലാപ്പ് ചെയ്യുന്നത് നമുക്കാണ്. ഞങ്ങളെ ചാൻസ് പോയി. നിങ്ങൾ എല്ലാവരും വന്ന് അനുഗ്രഹിക്കണം. തീർച്ചയായും ഞങ്ങൾ വന്നിരിക്കും. പാർട്ടി ഉണ്ടാ? ഇത് എന്തൊരു ചോദ്യം അപ്പി? കള്ളു മുതലാളിയുടെ മോന്റെ പടത്തിന്റെ പൂജയല്ലേ? ധൈര്യമായിട്ട് പോന്നോളൂ. ഓക്കെ, പാടാ. അവനൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ, അപ്പോഴേക്കും പടമായി. അവനൊക്കെ ക്യാഷുള്ള ടീമല്ലേ? ക്യാഷ് ഉണ്ടോ ബാക്കിയെല്ലാം താനെ വന്നോളൂ. പക്ഷേ നല്ലൊരു പടം ചെയ്യാൻ കാശ് മാത്രം പോരാ. എൻ്റെ അഭിപ്രായത്തിൽ ഓരോ പടവും ഓരോ യോഗമാണ്. അത് അതിൻ്റെതായ സമയത്ത് കറക്റ്റായിട്ട് നടന്നിരിക്കും. നീലിമേ, ഇതൊന്ന് നോക്കിയേ. ഇവിടെ അടുത്തു വാ. ഇതേ പഴയൊരു സിനിമയിലെ പ്രണയരംഗാണ്. എന്തു ഭംഗിയല്ലേ, നോക്കിക്കേ. ചില പഴയ പ്രണയസങ്കല്പങ്ങൾ. ലവ് ഇസ് ലൈക്ക് ദാറ്റ്. എവിടെയായാലും എപ്പോഴായാലും. പക്ഷേ കാലമേതായാലും പ്രണയത്തിന് ഒരേ ഒരു ഭാവേ ഉള്ളൂ.
പുഴകളിൽ പുളകിത നിലയാണു നീ പൂവാണു നീ പൂവാണു നീ പൂക്കളിൽ ചെമ്പനീർ പൂവാണു നീ കാറ്റാണു നീ ഇളം കാറ്റാണു നീ പാട്ടാണു നീ മുളം പാട്ടാണു നീ കാറ്റാണു നീ ഇളം കാറ്റാണു നീ പാട്ടാണു നീ മുളം പാട്ടാണു നീ എൻ പുലർപ്പുൽ കൊടിത്തുമ്പിൽ തുടിക്കുന്ന മഞ്ഞിൻ്റെ നീർമണി മുത്താണു നീ എൻ പുലർപ്പുൽ കൊടിത്തുമ്പിൽ തുടിക്കുന്ന മഞ്ഞിൻ്റെ നീർമണി മുത്താണു നീ പൂവാണു നീ പൂവാണു നീ പൂക്കളിൽ ചെമ്പനീർ പൂവാണു നീ പുഴയാണു നീ പുഴയാണു നീ പുഴകളിൽ പുളകിത നിലയാണു നീ പൂവാണു നീ പൂവാണു നീ പൂക്കളിൽ ചെമ്പനീർ പൂവാണു നീ മഴയാണു നീ പുതുമഴയാണു നീ കുളിരാണു നീ ഉൾക്കുളിരാണു നീ മഴയാണു നീ പുതുമഴയാണു നീ കുളിരാണു നീ ഉൾക്കുളിരാണു നീ എൻ മോഹസായന്തനങ്ങൾക്കുമീതെ വീഴുന്ന കുങ്കുമച്ചെപ്പാണു നീ എൻ മോഹസായന്തനങ്ങൾക്കുമീതെ വീഴുന്ന കുങ്കുമച്ചെപ്പാണു നീ പൂവാണു നീ പൂവാണു നീ പൂക്കളിൽ ചെമ്പനീർ പൂവാണു നീ പുഴയാണു നീ പുഴയാണു നീ പുഴകളിൽ പുളകിത നിലയാണു നീ പൂവാണു നീ പൂവാണു നീ പൂക്കളിൽ ചെമ്പനീർ പൂവാണു നീ അതെ, പ്രണയം എപ്പോഴും മധുരതരം തന്നെയാണല്ലേ കുട്ടികളെ? നിങ്ങൾ കരുതിയിട്ടുണ്ടാവും ഞാൻ വെറുതെ ലീവ് എടുത്ത് ഇങ്ങനെ ചുറ്റി നടക്കാതിരിക്കുന്നു അല്ലേ? ഇവിടുത്തെ സ്റ്റുഡൻസിനെ പറ്റി ഉത്തരവാദിത്വമുള്ള ചിന്തയുള്ള ഒരേ ഒരു അധ്യാപകൻ ഞാൻ മാത്രമാണ്. കാര്യമായ ക്ലാസ്സുകളോ നല്ല ലെക്ചർമാരോ ഇല്ലാതെ വെറുതെ ഫീസും വാങ്ങി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിക്കൊണ്ട് പോകാനേ പ്രൊപ്പറേറ്റർ ഗ്രൂപ്പൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഞാൻ അങ്ങനെയല്ല. സിനിമ പഠിക്കാനായി ഇവിടെ എത്തുന്ന കുട്ടികളോടുള്ള കടമയെപ്പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അവർക്കായൊരു നല്ല ലെക്ചറിനെ കൊണ്ടുവരാനാണ് ഞാൻ പോയത്. വളരെ നിർബന്ധിച്ചിട്ടാണ് കുട്ടികൾക്കായി ശങ്കർജിയോട് വരാമെന്ന് സമ്മതിച്ചത്. കുട്ടികളോടൊത്തുള്ള ഓരോ ഇരിപ്പും നടപ്പും വരെ അവർക്കുള്ള ഓരോ ക്ലാസ്സുകളായി മാറ്റണം. അതാണ് എൻ്റെ രീതി. സാർ വന്നിട്ടുണ്ട്. വന്നോ? എന്നാ സാറിനെ കണ്ട് ഈ ആഴ്ച പടങ്ങൾ ചാർട്ട് ചെയ്യാൻ പറയണം. ആ ശരിയാ, സാർ ലീവിൽ പോയതിനു ശേഷം ക്യാമ്പസിൽ ഒറ്റ പടം പോലും കാണിച്ചിട്ടില്ല. കണ്ടു പറയാനൊന്നുമില്ല, നമ്മളൊരു ചാർട്ട് കൊടുക്കുന്നു, അത് കാണിക്കണം. ഏതായാലും ഗസ്റ്റ് ലെക്ചർമാരൊന്നും വരാൻ പോണില്ല, നല്ല പടമെങ്കിലും കാണാമല്ലോ. അതെ, വിവരദോഷികളായ ലെക്ചർമാരുടെ വായിലിരിക്കുന്നത് കേൾക്കുന്നതിലും നല്ലത് അതാണല്ലോ. അതെ അതെ. എത്തിയല്ലോ രണ്ടുപേരും. എന്തുവാടേ ഇവർക്ക് ഇവിടെ നടക്കുന്ന ഒന്നും ഒരു വിഷയമല്ല. മക്കളെ, ഞങ്ങളാരും ഇതൊന്നും അറിയുന്നില്ലെന്ന് വിചാരിക്കരുത്. എടാ അതെ, നമ്മുടെ ലൈബ്രറിയിൽ ഏതൊരാളിരിക്കണ്ടല്ലോ. ആര്? ആരോ ഒരാള്. നമ്മുടെ സമയത്ത് നമ്മളറിയാതെ മറ്റൊരാളോ? അതാര്? ഞാൻ പറഞ്ഞ ആള്. Hi students. Hi. Catch it. Throw it to me.
How are you? Fine. Okay, let's have a practice. Come with me. Dear students, now let's have a practical exercise on acting. What's this? This is a ball. Then catch it. ഇപ്പോഴെന്തെങ്കിലും തോന്നുന്നുണ്ടോ? എവിടെ ഒന്നും തോന്നില്ല. ശരി, ഇനി അതൊരു ലഡുവാണെന്ന് സങ്കല്പിച്ച് അതിനോടൊന്ന് പെരുമാറി നോക്കിയേ. ഇപ്പോഴോ? ഇപ്പൊ നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ലഡു കഴിച്ച പോലെ. ലഡു. ഓക്കെ, then this is a flower. Catch it. ഇനി അതൊരു ഐസ്ക്രീം ആണെന്ന് കരുതി പെരുമാറും. ഗ്രനേഡ്. ഇപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതാണ് ആക്ടിംഗ്. ഒരു സാധനത്തെ മറ്റൊന്നായി സങ്കല്പിച്ച് അതിനോട് പെരുമാറുന്ന രീതിയിൽ പെരുമാറുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാര്യം നമ്മൾ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുകയാണ്. ഓക്കെ, നൗ വി വിൽ ടേക്ക് അനദർ എക്സസൈസ്. ഓക്കെ, നിങ്ങൾക്കൊക്കെ സ്വസ്ഥമായിരുന്നു പത്രം വായിച്ചാൽ മതിയല്ലോ. പിന്നെ ഞാനെന്ത് വേണം? എടോ, ഈ ബാച്ച് കഴിയാറായി. അടുത്ത വർഷത്തേക്കെങ്കിലും കുറച്ചധികം പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടി എന്തെങ്കിലും വഴി ആലോചിക്കേ. അതിപ്പോ ലോനപ്പാ, താൻ പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കുക. ഞാൻ എന്നാ പരസ്യം കൊടുക്കാനാ? ഇവിടെ പഠിച്ചിറങ്ങുന്നവർക്കെല്ലാം ഏതെങ്കിലും ചാനലിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാവുന്ന. എന്നിട്ട് വേണം അവന്മാരെല്ലാം കൂടെ പിടിച്ച് എന്നെ അകത്താക്കാൻ വേണ്ടി. ഞാൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കാൻ അവന്മാർക്കൊക്കെ ജോലി? ഇതല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറയും. നമ്മൾ എന്താ ഇവിടെ പഠിപ്പിക്കുന്നത്? വന്ന് വന്ന് അതും മറന്നു. അതല്ലടോ പ്രൊപ്പറേറ്ററെ, നമ്മളിവിടെ പഠിപ്പിച്ചത് എന്താണോ അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ അവർക്കൊരു അവസരം കൊടുക്കുന്നു. അതെങ്ങനാ? അവർക്ക് വേണ്ടി നമ്മൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്നാ എടുത്ത് വെച്ചിട്ടാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എടോ, കോടികൾ വാരിപത്രയുള്ള സിനിമയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെ മനസ്സിലെ ആശയങ്ങൾ വ്യക്തമാക്കാൻ കഴിയുന്ന ഒരു കൊച്ചു സിനിമ. കൊച്ചു സിനിമയായാലും പണം വേണ്ടായോ? പിള്ളേരെ പറ്റിച്ച് താൻ കുറെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? അതിൽ നിന്ന് കുറച്ചെടുത്താൽ മതി. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു നല്ല ഭാവി കിട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞത്. വേണോ വേണ്ടെന്നൊക്കെ താൻ തീരുമാനിച്ചാൽ മതി. സമ്മതിക്കണം. ഒരു നീളം ജുബയിട്ട് ഇങ്ങനെ ബുദ്ധിജീവിയും ചമ്മ നടന്നാൽ മതി. നിങ്ങളുടെ ആക്ടിംഗ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ചില ബേസിക് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഒന്നാമതായി ഒബ്സർവേഷൻ, ദെൻ അഡാപ്റ്റേഷൻ, അതിനുശേഷം ഇംപ്രവൈസേഷൻ. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. നിങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങി റോഡിലൂടെ പോകുന്ന എന്തെങ്കിലും പ്രത്യേകതയുള്ള ഒരാളെ കണ്ടെത്തുക. എന്നിട്ട് അയാളുടെ പെരുമാറ്റ രീതികൾ നിരീക്ഷിച്ച് ആ കഥാപാത്രമാകാൻ ശ്രമിക്കുക. ഓക്കെ, ലെറ്റ്സ് മൂവ്. ആളെ തപ്പിക്കൊണ്ടുവരാൻ പോയ ഒരുത്തിനെ കാണാനില്ലല്ലോടാ. ഇനി അമാരാവഴിക്കാനും പോയോ? എവിടെയെങ്കിലും കിടക്കണവന്മാരെ പിടിച്ചോണ്ട് വരുവാന്തോ. ഇവൻ എന്തരടേ കാണിക്കുന്നത്? വലിയ ക്യാമറാമാൻ ആവുമെന്നാണ് അവൻ്റെ വിചാരം. ഇവിടെ കിടന്നാൽ ഒന്നും ആവൂല, നമുക്കല്ലേ അറിയൂ. എന്തരാവോ എന്തോ. ഈ ആംഗിൾ കൊള്ളാം. ഈ കോസ്റ്റ്യൂംസിന്റെ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. കുറച്ചേരായല്ലോ നിങ്ങൾ എന്നെ അത്ഭുത ജീവിതം നോക്കിക്കുന്നത്. എന്നിട്ട് എന്തേ മനസ്സിലായോ? മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. എന്ത് മനസ്സിലാവേ? ആ കൈ ഇങ്ങോട്ട് നിന്നിട്ട് ഞാൻ പറഞ്ഞുതരാ. ഞാൻ പറഞ്ഞുതരാം. എനിക്കൊരാളെ അറിയണമെങ്കിൽ, അയാളുടെ ഭാവി അറിയണമെങ്കിൽ ഈ കയ്യിലേക്കൊന്ന് നോക്കിയാൽ മതി. ഒരു തിരക്കഥാകൃത്താവാനാണ് മോഹം അല്ലേ? മോഹിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ പ്രയത്നിക്കണം. പ്രയത്നിച്ചാൽ ഇവന്റെ കാര്യം നടക്കോ ജോത്സ്യരെ? പ്രയത്നിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. എന്റെ കൈയും കൂടി നോക്കി തരോ? നല്ല കൈയാണല്ലോ. അതെ അതെ. സാമ്പത്തികമൊക്കെ ഉള്ള വീട്ടിൽ നിന്നാണ് വരവ്. യാഥാസ്ഥിതിക കുടുംബം. ഇപ്പം പഠിക്കുന്നത് പ്രാവർത്തികമാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. സാരില്ലടി, നമുക്ക് ശരിയാക്കാന്ന്. ഈ കൈ നോക്കി.
വൈദ്യരെ നീ ക്യാമറ കയ്യിൽ നോക്കിയെന്ന് മെല്ലെ. ക്യാമറ ഞാൻ എല്ലാവരും നോക്കാം. ആ കൈനോട്ടക്കാരന്റെ അടുത്തു നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കി? ഒരു കൈനോട്ടക്കാരന്റെ മാനറിസങ്ങളും അയാളുടെ സംസാര രീതികളും ഒക്കെ പഠിച്ചു. അയാൾ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞങ്ങളുടെ കൈ നോക്കിയിട്ട് അല്ല, അയാൾ നിങ്ങളുടെ മനസ്സിലേക്കാണ് നോക്കിയത്. അങ്ങനെയാണ് അയാൾക്ക് നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതേ കാര്യം തന്നെ നമ്മൾ ആക്ടിങ്ങിലും ഉപയോഗിക്കുന്നു. അതായത് ഒരു കഥാപാത്രം കഥാസന്ദർഭത്തിനനുസരിച്ച് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ ദ ബേസിക് ഓഫ് ആക്ടിങ് ഈസ് ഒബ്സർവേഷൻ. ഗോട്ട് ഇറ്റ്? ക്ലാസ് ഒക്കെ നന്നായിട്ടുണ്ട്. എന്താ കൊടുക്കുക? വലിയ സംഖ്യങ്ങാനും ചോദിക്കുവോ? ഒന്ന് സോപ്പിട്ട് നോക്കാം. ആ നമസ്കാരം. നമസ്കാരം. ഇറങ്ങാറായില്ലേ? സത്യം പറഞ്ഞാലേ ക്ലാസ് ഒക്കെ അസലായിട്ടുണ്ട്. സാറിനെ പോലെ ഒരാളെ ഞങ്ങളുടെ കുട്ടികൾക്ക് കിട്ടിയത് ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യങ്ങളൊക്കെ ശങ്കർജി സാറിന് അറിയാലോ. ഒരുവിധം അങ്ങനെ തട്ടിമുട്ടി പോകുന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നല്ലൊരു ലെക്ചറെ കൊണ്ടുവരാൻ എന്നാ ചെയ്യുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് സാർ ഒരു ദൈവദൂതനെ പോലെ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. മിസ്റ്റർ ലോനപ്പൻ, അധികം പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. എനിക്ക് തരാനുള്ള കാശിനെ കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടുകയും വേണ്ട. കയ്യിൽ കാശില്ലാഞ്ഞിട്ടല്ലോ, പക്ഷെ അതൊരു നല്ല കാര്യത്തിന് വേണ്ടി ചെലവാക്കാത്ത ആളാണ് ലോനപ്പനെന്ന് മുഖത്തെഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. കാശ് എത്ര വേണ്ടെന്ന് വെച്ചാൽ ചോദിച്ചാൽ മതി. ബുദ്ധിമുട്ടണമെന്നില്ല. ഞാനിവിടെ വന്നത് താങ്കളുടെ ഈ നക്കാപ്പിച്ച വാങ്ങാനല്ല. ഓരോ വ്യക്തിയും എനിക്ക് ഓരോ പാഠപുസ്തകമാണ്, വിലമതിക്കാനാവാത്ത പാഠപുസ്തകം. സംഗതിയെല്ലാം കൊള്ളാം, പക്ഷെ ഇതുപോലത്തെ 10 ഒത്തു കിട്ടണം. അതൊക്കെ വെറും വ്യാമോഹമല്ലേ? ഓ ദാ വരുന്നു. ഇവിടെ നമ്മുടെ കയറ്റമാണ്. ഡിയർ സ്റ്റുഡൻസ്, ജനുവിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നിങ്ങളുടെ പഠനം ഏകദേശം അവസാനിക്കാറായി. ഇതുവരെ ഇവിടെ പഠിച്ച വിദ്യാർത്ഥികളിൽ ഏറ്റവും മികച്ചവരാണ് നിങ്ങളെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇപ്പോൾ നിങ്ങളിവിടെ വിളിച്ചു കൂട്ടിയ ഉദ്ദേശം GK സാർ നിങ്ങളോട് പറയും. കുട്ടികളെ, സിനിമ എന്താണെന്ന് കുറച്ചൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പഠിച്ച കാര്യങ്ങളും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും ചേർത്തുകൊണ്ട് നല്ലൊരു സിനിമ ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. ഈ ജനുവിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. കലാമൂല്യമുള്ള ഒരു സിനിമയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൃത്യമായ ഒരു ആശയം പ്രേക്ഷകരിലേക്ക് സംവേദിക്കാൻ കഴിയണം. അടുത്ത ആഴ്ച പ്ലാൻ ചെയ്യുന്നതായ ആ യാത്ര നിങ്ങളുടെ സിനിമയിലേക്കുള്ള യാത്രയാവട്ടെ. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും? നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. ഒരുപോൽ നാം ഇരുപേരൊഴുകും ഗാനമിതാ, ഇതുപോൽ പല നാളായി പടരും മോഹമിതാ, കുളിർമഴയിൽ നനയാനായി നീതാ ഞാനിതാ. ഒരുപോൽ നാം ഇരുപേരൊഴുകും ഗാനമിതാ.
വർണ്ണജാലം മിഴികളിൽ ഏതോ രാഗഭാവം മൊഴികളിൽ പോകും വഴി നീളെ പൂക്കളായി വീണുപോയതെന്തോ ഹൃദയമോ നീ എങ്ങു പോകയാ മുത്തുമണി ചിതറുന്നു നിന്റെ ചിരി വിടരുമ്പോൾ എന്ത് രസമാണിതെന്നും സ്വർഗതീരം കനവിതിൽ ഏതോ സ്നേഹസ്പർശം നിനവിതിൽ ഒരു സഖിനിയും ശലഭമായി വീണു കിട്ടുമെന്തോ പ്രണയമോ ഞാനെങ്ങു പോകയാ നല്ല കണി നിറയുന്നു നിന്റെ മനം തെളിയുമ്പോൾ എന്ത് സുഖമാണിതെന്നും ഒരുപോൽ നാം ഇരുപേരൊഴുകും ഗാനമിതാ ഇതുപോൽ പല നാളായി പടരും മോഹമിതാ കുളിർമഴയിൽ നനയാനാ നീതാ ഞാനിതാ ഒരുപോൽ നാം ഇരുപേരൊഴുകും ഗാനമിതാ ഇതുപോൽ പല നാളായി പടരും മോഹമിതാ ഈ ഭരതന്നൂരിലേക്ക് അതിക്രമിച്ചു കടന്ന നീ ആരാണ്? നമ്മുടെ നാടിന്റെ നിയമത്തെപ്പറ്റി ഇവിടെ എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. ഇവിടെ ആരും തന്നെ ഭാവിയെപ്പറ്റി സ്വപ്നം കാണുവാനോ ഭൂതകാലത്തെപ്പറ്റി ഓർക്കുവാനോ പാടുള്ളതല്ല. ഇപ്പോൾ ഈ നിമിഷം വർത്തമാനകാലം മാത്രമാണ് സത്യം. ഈ നിയമം തെറ്റിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. ഗ്രാമഗുരു, ഈ കെട്ടിയിട്ടിരിക്കുന്ന ആൾ ചെയ്ത കുറ്റം എന്താണെന്ന് ഉറക്കെ പറയൂ. മണിയൻ എന്ന ഇവൻ ഈ ഗ്രാമത്തിന്റെ നിയമങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ആടുകളെ മേയ്ക്കുക എന്ന കർമ്മം ചെയ്യുന്നതിനിടയ്ക്ക് ആടുകളെ മേയാൻ വിട്ട ശേഷം ആ കുന്നിൻ ചെരുവിൽ നിന്ന് സ്വപ്നം കാണുകയായിരുന്നു. അതിന് സാക്ഷികളുണ്ട്, അവരെ വിസ്തരിക്കാം പ്രഭു. വിചാരണ നടക്കട്ടെ. ഇവിടെ ഒന്നാം സാക്ഷി അടിയൻ. എന്താ നിന്റെ പേര്? രാമൻ. നിനക്കെന്താ പറയാനുള്ളത്? വിശപ്പ് സഹിക്കാതായപ്പോൾ ആട്ടിൻകൂട്ടത്തുനിന്ന് ഒരു ആടിനെ ഞാൻ കട്ടെടുത്തിനി. ആ സമയത്ത് അയാൾ മറ്റെന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു. അവനും കുറ്റക്കാരനാണല്ലേ പ്രഭു? അവൻ ആടിനെ കട്ടെടുത്തില്ലേ? കട്ടെടുക്കുന്നത് ഇവിടെ വലിയ കുറ്റമൊന്നുമല്ല. പിന്നെ സ്വപ്നം കണ്ട കുറ്റത്തിന് സാക്ഷി പറയാൻ വന്നാൽ മറ്റു കുറ്റങ്ങളൊന്നും നിലനിൽക്കില്ലല്ലോ. അതാണ്. അടുത്ത സാക്ഷി അടിയൻ. എന്താ നിനക്ക് പറയാനുള്ളത്? കുറച്ച് ദൂരത്തുനിന്ന് പുല്ലെറിയുമ്പോ ഞാനും കണ്ടിട്ടുണ്ട് ഈ കാഴ്ച. മണിയന് ഈ കാര്യത്തിൽ ഇനി എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? പ്രഭു, ഞാനും ഭാര്യയും 4 കുട്ടികളുമുള്ള കുടുംബത്തിന് കുറച്ച് ആടുകളെ കൊണ്ട് കഴിഞ്ഞുകൂടാനാവാത്തത് കൊണ്ട് കൂടുതൽ ആടുകളെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുകയായിരുന്നു. അതെ, അത് തന്നെയാണ് നീ ചെയ്ത കുറ്റം. നമ്മുടെ നാടിന്റെ നിയമപ്രകാരം കൂടുതൽ ചിന്തിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാതെ ഉള്ളത് കൊണ്ട് കഴിയാൻ നീ മറന്നു. അതിനാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ നാം നിനക്ക് കൽപ്പിക്കുന്നു. പ്രഭു,
ആ കാണുന്ന കരിമ്പൻ മലയിൽ നിന്നും ഇവനെ പാതാളത്തിലേക്കെറിയാൻ നാം കൽപ്പിക്കുന്നു. പ്രണാമം ഗ്രാമമുഖ്യരെ. ആരാണിവൻ? അയൽ രാജ്യത്തുനിന്ന് നുഴഞ്ഞു കയറി വന്നവനാണ് പ്രഭു. എന്ത്? ഇവന്റെ ജീവൻ നമുക്ക് വിലപ്പെട്ടതാണ്. ശത്രുരാജ്യം തടവിലാക്കിയ നമ്മുടെ ആളുകളെ അവർ തൂക്കിലേറ്റുമ്പോൾ പകരത്തിന് പകരം നമുക്കിവനെ തൂക്കിലേറ്റാം. കൊണ്ടുപോയി ഇവനെ തുറങ്കിലടയ്ക്കൂ. ഇയാളെ കുന്നിൻ മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. അങ്ങനെ സ്വപ്നം കാണാൻ ശ്രമിച്ച വിഡ്ഢിയായ ഒരു കുറ്റവാളിയുടെ അന്ത്യം കൂടി ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ഇനി ആഘോഷത്തിന്റെ നിമിഷങ്ങളാണ്. അത് കഴിഞ്ഞ് നമ്മെ തന്നെ ഗ്രാമമുഖ്യനായി തിരഞ്ഞെടുക്കാനുള്ള ഏർപ്പാടുകൾ നടക്കട്ടെ. സ്വപ്നം കണ്ടേയില്ല, ഏനൻ സ്വപ്നം കണ്ടേയില്ല, ഏനൻ സ്വപ്നം കണ്ടേയില്ല, ഏനൻ സ്വപ്നം കണ്ടേയില്ല. പാടത്ത് വെള്ളം തേവണ നേരം പാതിരാമട കാക്കണ നേരം, പാടത്ത് വെള്ളം തേവണ നേരം പാതിരാമട കാക്കണ നേരം. സ്വപ്നം 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 സ്വപ്നം. വിശിയെറിയണ നേരം തുമ്പപ്പൂവിനെ കണ്ടേയില്ല, മാവ് വെട്ടിമറിക്കണ നേരം മാങ്കനിയെ കണ്ടേയില്ല. തൂമ്പ വിശിയെറിയണ നേരം തുമ്പപ്പൂവിനെ കണ്ടേയില്ല, മാവ് വെട്ടിമറിക്കണ നേരം മാങ്കനിയെ കണ്ടേയില്ല. താഴെക്കുളത്തിലെ മീനെ വാരിയെടുക്കണ നേരം ആമ്പൽ പൂവിനെ കണ്ടേയില്ല, ഏനൻ സ്വപ്നം കണ്ടേയില്ല. കുറ്റിക്കാട് തെളിക്കണ നേരം പറ്റെ വെട്ടി വെളുക്കണ നേരം പച്ചോട് ചിരി കണ്ടേയില്ല, ഏനൻ സ്വപ്നം കണ്ടേയില്ല. ഏനൻ സ്വപ്നം 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 സ്വപ്നം. കളിക്കണ നേരം കമ്പിത്തായം കളിക്കണ നേരം തുമ്പി പെണ്ണിനെ കണ്ടേയില്ല, ഏനൻ സ്വപ്നം കണ്ടേയില്ല. കല്ല് കൊത്തിയെടുക്കണ നേരം മുറിഞ്ഞ കയ്യും അറിഞ്ഞേയില്ല, മുട്ടി മുട്ടിയിരിക്കണ നേരം പറഞ്ഞ കാര്യം അറിഞ്ഞേയില്ല.
രണ്ട്, മൂന്ന്. ആരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? വിലോചന, ഈ കൊട്ടമടയിലും വിൽപ്പനയൊക്കെ നിർത്തിയിട്ട് നീ വേറെന്തെങ്കിലും പണി ചെയ്യാൻ നോക്ക്. ഞാനെന്തിനു വേറെ പണിക്ക് പോകണം? ഇതെനിക്ക് അറിയാവുന്ന പണിയാ, ഞാനിത് ഭംഗിയായി ചെയ്യുന്നു. വിലോചനം ഭംഗിയായിട്ട് കൊട്ടകൾ മടയും, കൊട്ടകൾ അട്ടിയട്ടിയായിട്ട് ഇവിടെ ഇങ്ങനെ നിറയും ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? നിറയില്ലല്ലോ, ആൾക്കാർ വാങ്ങിയിട്ട് പോവല്ലേ. വാങ്ങുന്നില്ല എന്നൊന്ന് സങ്കല്പിച്ച് നോക്ക്. അങ്ങനെ സംഭവിച്ചാൽ ഈ കൊട്ടകളൊക്കെ എന്ത് ചെയ്യും? പിന്നെ ഒരു കാര്യമുണ്ട്, തണുപ്പ് കാലത്ത് കോട്ടകളൊക്കെ കത്തിച്ച് തീക്കായാലോ? ഈ കോട്ടകളൊക്കെ കത്തിച്ചാൽ നല്ല തീയായിരിക്കും. ഈ ഇമ്മാരി വർത്താനം നിർത്തിക്കാളിനാവൂല. വർത്താനൊക്കെ നിർത്തിക്കോളും, പക്ഷെ ഈ കൊട്ടമടയിൽ ഈ എത്തേണ്ടി വരും. ഗ്രാമമുഖ്യന്റെ ദർബാറിലെ ചർച്ച നടന്നു കഴിഞ്ഞു. പുറത്തുനിന്ന് ഒരുപാട് വലിയ വലിയ കച്ചവടക്കാർ കച്ചവടത്തിനായിട്ട് വരുന്നുണ്ട്. പ്ലാസ്റ്റിക് കൊട്ടകളുടെ കച്ചവടക്കാരും കച്ചവടത്തിനായിട്ട് വരുന്നുണ്ടെന്നാ കേൾക്കുന്നത്. വിലോചന്റെ ഇടത്തും വലത്തും പ്ലാസ്റ്റിക് കൊട്ടകളുടെ തിളങ്ങുന്ന 2 കടകൾ, നടുക്കുന്ന എൻ്റെ ഈ ഉണങ്ങിയ കടയും. അപ്പൊ ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയല്ലേ സംഭവിക്കുക? ഏറെക്കാലം നിലനിൽക്കുന്ന ഭംഗിയുള്ള പ്ലാസ്റ്റിക് കൊട്ടകൾ കിട്ടാനുള്ളപ്പോ നിന്റെ ഈ ഉണക്ക കൊട്ടകൾ ആര് വാങ്ങാനാ വിലോചന? ഇല്ലല്ല, ഞാനത് സമ്മതിക്കൂല. നിങ്ങളെ സമ്മതം ആർക്ക് വേണോ? കാലാകാലങ്ങളായി വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളണം. അത് ഉൾക്കൊള്ളാത്തവരെ പടിക്ക് പുറത്ത് തന്നെയാ. അതുകൊണ്ടാ ഞാനൊരു മദ്യക്കടയുടെ അനുമതി ഒപ്പിച്ചെടുത്തു. മാറ്റം വരാത്ത ഒറ്റ ഒന്നേ ഉള്ളൂ, ലഹരി. അതെപ്പോഴും ഒരുപോലെയാ. ആളുകൾ ഭാവിയെ പറ്റി സ്വപ്നം കാണാൻ പാടില്ല എന്നാണല്ലോ ഇവിടുത്തെ നിയമം. അത് പാലിക്കാൻ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നത് എന്റെ മദ്യക്കടയാണ്. അതുകൊണ്ട് അടുത്ത കാലത്തൊന്നും അതിനൊരു ഭീഷണി വരില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. അത് അങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കാൻ വരട്ടെ. വിദേശികൾ വരുമ്പോ പല നിറത്തിലും മണത്തിലും ഉള്ള സാധനങ്ങളായിട്ട് വരും. അപ്പൊ ആളുകൾ തീർച്ചയായിട്ടും അതിന്റെ പിറകെ പോവുകയും ചെയ്യും. നിറമുള്ളതായാലും മണമുള്ളതായാലും ലഹരിക്ക് ഒരൊറ്റ സ്വഭാവമേ ഉള്ളൂ, തലച്ചോറിനെ മയക്കുക. അത് കിട്ടിയാലേ ആരും എങ്ങോട്ട് പോവില്ല. കലയിലായാലും കച്ചവടത്തിലായാലും ഒരു വലിയ പാരമ്പര്യം ഞങ്ങൾക്കുണ്ട്. ആ പാരമ്പര്യം നിങ്ങൾ വിദേശികൾ കൂടി അറിയണമെന്ന ഉദ്ദേശം കൂടി ഈ കരാർ ഒപ്പിടുന്നതിന് പിന്നിലുണ്ട്. ഞങ്ങളുടെ ചൂരൽക്കൊട്ട്, ഉണക്കമീൻ, പത്തിരിച്ചട്ടി, പാളവിശരി, ഇതിന്റെ എല്ലാം പ്രത്യേകതകൾ നിങ്ങൾക്കും അറിയാമല്ലോ. അവർക്ക് നിങ്ങളുടെ രാജ്യത്ത് വന്ന് കച്ചവടം ചെയ്യാൻ കഴിയണം. പകരം നിങ്ങളുടെ ആളുകൾ ഇങ്ങോട്ടും വരട്ടെ. തീർച്ചയായും നിങ്ങൾ ഒരു മഹാൻ തന്നെയാണ്. നിങ്ങളുടെ സാമ്പത്തിക വീക്ഷണത്തെ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഒന്നു ഞങ്ങൾ പറയാം, അടുത്ത 10 വർഷത്തിനുള്ളിൽ ഈ ദേശമായിരിക്കും ലോകത്ത് നമ്പർ 1. സന്തോഷം. പിന്നെ നിങ്ങൾ പറഞ്ഞ മറ്റു കാര്യങ്ങൾ നടപ്പിലാക്കാൻ എനിക്കൊരല്പം സമയം തരണം. ഒരു അഭിപ്രായ രൂപീകരണം നടത്താൻ. ഭരിക്കുന്നവർ ജനങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കണമല്ലോ. മിസ്റ്റർ ഗ്രാമമുഖ്യൻ, ജനങ്ങൾ വിഡ്ഢികളാണ്. നമ്മൾ രസമുള്ള ഭക്ഷണം മുന്നിൽ വെച്ച് കൊടുത്താലും അവരതിൽ വിഷമുണ്ടെന്നേ പറയൂ. അതെ, അവരുടെ അനുവാദത്തിന് നമ്മൾ കാത്തു നിൽക്കണ്ട. കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കൂ. അതിഥി ദേവോ ഭവ എന്ന് വെച്ചാൽ എന്തോ സുപ്രൻ ചേട്ടാ? അതിപ്പോ അതിഥിയെ ദേവനായി കാണണം. കണ്ടു, നമ്മൾ ആദ്യം മുതൽ അങ്ങനെ തന്നെയാണ് കണ്ടതും. ഇവിടേക്ക് ആരാദ്യം വന്നു? അതിപ്പോ തങ്കപ്പനാണ് ഇവിടെ ആദ്യം വന്നത്. ഷാപ്പിലേക്ക് ആദ്യം വന്ന ആരാണെന്ന് നല്ലടാ പൊട്ടാ ചോദിച്ചത്. ഈ ദേശത്തേക്ക് ആദ്യം വന്ന വിദേശിയാര്? അത് ആര്യന്മാർ, മുഗളന്മാർ, പിന്നെ വെള്ളക്കാർ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആരൊക്കെയോ എന്തൊക്കെയോ കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞു കേട്ടു. അത് സ്വർണവും കുരുമുളകും ഒക്കെ അല്ലേ? നമ്മുടെ തനിമ കട്ടുകൊണ്ട് പോകാൻ സാധിച്ചിട്ടില്ലല്ലോ. അതാര് വിചാരിച്ചാലും ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. പണ്ട് കച്ചവടത്തിന് വന്നവർ ഇന്ന് കള്ളത്തരവുമായി വന്നുകൊള്ളട്ടെ, ഒന്നും സംഭവിക്കില്ല. കള്ളത്തരത്തിനോ? ആര്? നിന്റെ അച്ഛൻ. പ്രഹ്ലാദ വേണ്ട, സേവിച്ചെന്ന് കരുതി എന്തും പറയരുത്. സേവിച്ചവർക്ക് ഇവിടെ ഒന്നും പറയാൻ പാടില്ല, അല്ലാത്തവർക്ക് എന്തും പറയാം. ഇതെന്ത് ന്യായം? അതായിരിക്കുന്നു നിയമത്തിന്റെ കാവലാൽ, ഗ്രാമമുഖ്യന്റെ പ്രധാന സഹായി, സാധാരണക്കാരന്റെ പ്രതിനിധി, അധകൃതൻ.
പക്ഷേ അധികാരത്തിന്റെ എല്ലും കഷ്ണം കിട്ടിയ സഹജീവിയെ മറക്കുന്നവൻ, രാജരത്നമ്മയുടെയും ഗ്രാമമുഖ്യന്റെയും പൃഷ്ഠത താങ്ങുന്നവൻ. പ്രഹ്ലാദ അയാളോട് കളിച്ചാലേ കൊലമരം വാ നടക്ക്. പ്രഹ്ലാദന് കൊലമരം മാറണം, സകല ഭരണയന്ത്രങ്ങളും മാറണം, സകല വിഗ്രഹങ്ങളും ഉടയണം, സകല ഭരണയന്ത്രങ്ങളും മാറണം. എന്താ നീലി പേടിച്ചോ? എന്താ കാര്യക്കാരെ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി ഞാൻ വന്നു. നീലി ഈ ദേശത്തിന് തന്നെ ഒരു ഐശ്വര്യമാണ്. ഇത്രയും സൗന്ദര്യമുള്ളൊരു പെണ്ണ് വേറെ ഏതെങ്കിലും ദേശത്തുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീലിയൊന്ന് മനസ്സ് വെച്ചാൽ ഗ്രാമമുഖ്യൻ്റെ ദർബാറിലെ പ്രധാനികളിൽ ഒരാളായി ഞാൻ മാറ്റിത്തരാം. പിന്നെ ഒന്നും അറിയണ്ട, ജീവിതാവസാനം വരെ സുഭിക്ഷമായിരിക്കും. എന്താ അവിടെ? നീലി പൊക്കോ. നീലി അറിഞ്ഞില്ലേ? പ്രിയങ്കയുടെ കല്യാണം നിശ്ചയിച്ചു. സുമുഖനും സുന്ദരനുമാണ് വരാൻ. പണക്കാരനും സുന്ദരനായിട്ടൊന്നും കാര്യമില്ലല്ലോ. മനസ്സിന് പിടിക്കാത്തവനാണെങ്കിൽ വല്ല കാര്യമുണ്ടോ? അതെങ്ങനെ പറയാൻ പറ്റും? കല്യാണം കഴിച്ചൊക്കെയല്ലേ പറയാൻ പറ്റൂ. അല്ല അല്ല, അതിനു മുമ്പ് അതിനുള്ള വഴികളൊക്കെ ഉണ്ട്. പ്രേമായിരിക്കും. കൊല്ലങ്ങളോളം പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ട് അത് ദുരിതായി മാറിയ എത്ര പേരുണ്ട്. പ്രേമം വേറെ, ജീവിതം വേറെ. അല്ലേ നീലി? നല്ല ആളോടാ ഇത് ചോദിക്കുന്നത്. പഞ്ചസാര കഴിക്കുന്ന ഒരാളോട് പഞ്ചസാരക്ക് കൈപ്പല്ലേന്ന് ചോദിക്കുന്ന പോലല്ലേ? അത് ശരിയാ. നീലി ഇപ്പൊ പ്രേമിച്ചോണ്ടിരിക്കയല്ലേ? കടുത്ത പ്രേമം അല്ലേ നീലി? ദേശത്തിലെ പ്രമുഖ വ്യാപാരികളായ നിങ്ങളെ ഞാൻ അങ്ങോട്ട് വന്ന് കാണേണ്ടതാണ്. അങ്ങനെ പറയരുത്. ഗ്രാമമുഖ്യനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് കാണുന്നതല്ലേ അതിന്റെ ശരി. എവിടെ വെച്ച് കണ്ടാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു നീക്കുപോക്ക് അത് നടക്കണം. അതാണല്ലോ നമ്മൾ എന്ന് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു നീക്കുപോക്കിനുള്ള സമയം അടുത്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ തന്നെ അധികാരത്തിൽ വന്നാൽ അതൊരിക്കലും നടക്കാത്ത കാര്യം. അതെങ്ങനെയാ? വീണ്ടും ഞാൻ അധികാരത്തിൽ വന്നാൽ നികുതി ആനുകൂല്യങ്ങളടക്കമുള്ള എന്തും നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ തന്നിരിക്കും. തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള സാമ്പത്തിക സഹായം അത് നിങ്ങൾ തരണം. ഓ, അതൊന്നും അവർക്കൊരു ബുദ്ധിമുട്ടേ അല്ലെന്നേ. വിദേശത്തുള്ള കള്ളപ്പണത്തിന്റെ ചെറിയൊരു ഭാഗം ഇങ്ങ് മാന്തി എടുത്താ പോരെ. ഞങ്ങളുടെ വിദേശ നിക്ഷേപത്തിന്റെ കണക്ക് കാണിക്കണമെന്ന് ചില തെണ്ടികളൊക്കെ പറയുന്നുണ്ട്. അവരുടെ വായൊക്കെ ഒന്ന് മൂടിക്കെട്ടണം. അത് ഞങ്ങൾക്ക് വിട്ടേ. എന്നാ പിന്നെ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ചെലവും ഞങ്ങൾക്ക് വിട്ടേക്ക്. പ്രിയപ്പെട്ട
ദേശവാസികളെ, നിങ്ങൾക്കായൊരു അറിയിപ്പ്. എല്ലാ ഗ്രാമവാസികൾക്കും ആഴ്ചയിൽ ഒരിക്കൽ ഗ്രാമമുഖ്യന്റെ പാരിതോഷികമായി 10 പണം വീതം നൽകുന്നതായിരിക്കും. സമയാസമയങ്ങളിൽ ആ പണം കൈപ്പറ്റണമെന്ന് ഗ്രാമമുഖ്യൻ എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു. അത് കൊള്ളാം അല്ലേ? അത് കൊള്ളാം. ഭരിക്കുന്നവരായ എങ്ങനെ വേണം, പക്ഷെ ആഴ്ചയിൽ ഒരിക്കലല്ലേ ഉള്ളൂ. എന്നാ ദിവസേന 10-25 പണം പോരെ കൊണ്ട് തരാം, മതിയോ? അങ്ങനെയാണെങ്കിൽ എന്താ സുഖോ, ഒരു പണിക്കും പോണ്ടല്ലോ. പക്ഷെ പതുക്കെ, ഗ്രാമമുഖ്യന്റെ ആളുകൾ കേട്ടാൽ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് കേസെടുക്കും. ഞാൻ സ്വപ്നം കണ്ടതല്ല, ഒരു അഭിപ്രായം പറഞ്ഞതല്ലേ. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ വേണ്ടുള്ളൂ. എന്താ സന്തോഷമായില്ലേ? നിങ്ങളോടൊക്കെ ഉള്ള വലിയ താല്പര്യം കൊണ്ട് ഗ്രാമമുഖ്യന്റെ പ്രത്യേക കൽപ്പന പ്രകാരമാണ് ഇതൊക്കെ തരുന്നത്. ഓർമ്മ വേണം. എന്റെയൊക്കെ നന്ദി വേണ്ട സമയത്ത് വേണ്ട പോലെ കാണിച്ചാ മതി. വരൂ വരൂ. സുഖം തന്നെ അല്ലേ? അതെ, ഒരു സംശയമുണ്ട്. ചോദിച്ചടാ. ദർബാറിൽ നിന്ന് നമുക്ക് പൈസ തന്നു. ആ പൈസയുടെ നമ്മൾ മദ്യം വാങ്ങി. അതെ, പൈസ തിരിച്ച് അവിടേക്ക് ഇട്ട് പോയില്ലേ? നമ്മളൊരു വരി അവിടെ നിന്ന് ഇവിടെ നിന്ന്. ഇതിപ്പോ നമ്മളൊരു വരി അധികം നിന്നില്ലേ? എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതിപ്പോ ശരിയാണെന്ന് ചോദിച്ചാൽ ഞാൻ ആണെങ്കിൽ ആണെന്ന് പറയുന്നു, അല്ലെങ്കിൽ അല്ല. പ്രിയപ്പെട്ട ദേശവാസികളെ, നിങ്ങൾക്കായ ഒരു അറിയിപ്പ്. തുടർച്ചയായി 10 വർഷം സൽഭരണം പൂർത്തിയാക്കിയ ഗ്രാമമുഖ്യന്റെ കാലാവധി ഏതാനും ദിവസങ്ങൾക്ക് തീരാൻ പോവുകയാണ്. അടുത്ത ഗ്രാമമുഖ്യനെ തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പ് അടുത്തു തന്നെ ഉണ്ടാകുമെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. 10 വർഷമായി നമ്മൾ ഭരണത്തിൽ നിന്നും പുറത്തായിട്ട് ഇനി ഒരു 5 കൊല്ലം കൂടി താങ്ങാൻ നമ്മളെ കൊണ്ടാവോ? പറ്റൂല. 5 വർഷം പോയിട്ട് 5 നിമിഷം പറ്റൂല. സഹിച്ചിക്കണം, ഒരുപാട് സഹിച്ചിക്കണം. അല്ല പിന്നെ ഒരു വിദേശയാത്രയ്ക്ക് ചെയ്ത കാലം തന്നെ മറന്നു. മുമ്പ് ഭരിച്ചപ്പോ സ്വരുക്കൂട്ടി വെച്ചതൊക്കെ തീർന്നിക്കുന്നു. ഇത്തോടെ തന്നെ പോവുകയാണെങ്കിൽ പട്ടിണി കിടന്ന് ചത്തുപോകും. അങ്ങനെ സംഭവിക്കേണ്ടെങ്കിൽ തന്ത്രങ്ങൾ ഇപ്പോഴേ മെനഞ്ഞു തുടങ്ങണം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും ആൾക്കാരെ കയ്യിലെടുക്കാനുള്ള പൊടിക്കൈകൾ അവർ തുടങ്ങിക്കഴിഞ്ഞു. അതിനെ സമ്മതിക്കരുത്. അതിനിപ്പോ നമ്മളെന്താ ചെയ്യാ? നാറ്റിക്കണം. ഗ്രാമമുഖ്യനെയും കൂട്ടരെയും നാറ്റിക്കണം. എങ്ങനെ? ഒരാളെ നാറ്റിക്കാളെ ഏറ്റവും നല്ല വഴി ഏതോ പെണ്ണ്. എടാ, നല്ലൊരു പെൺവിഷയമാണെങ്കിൽ ഗ്രാമമുഖ്യനും കൂട്ടരും താഴ്ത്തിറങ്ങി നിൽക്കും. അതൊരു പച്ച പരിപാടിയാ. നമ്മളെ ഗ്രാമത്തിലെ സുന്ദരി പെണ്ണില്ലേ നീലി, ഓളെ കൊണ്ടും നമുക്ക് പണി പറ്റിക്കാം. അതാ കാര്യക്കാരെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. കാര്യക്കാരുടെ സ്വപ്നം നടക്കാൻ പോകുന്നു. ഗ്രാമമുഖ്യൻ പെണ്ണ് കേസിൽ കുടുങ്ങി പുറത്തു പോകാൻ പോകുന്നു. ഗ്രാമമുഖ്യനെ കൊടുക്കാനുള്ള പദ്ധതികൾ തയ്യാറായിക്കൊണ്ടിരിക്കുക. നേരോ ഗൂഢാലോചന നടക്കുന്ന സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നു. നടക്കട്ടെ. എൻ്റെ എല്ലാ ധാർമ്മിക ബന്ധനയും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ആ ഗ്രാമമുഖ്യൻ നാറി താഴെ വീണിട്ട് വേണം എനിക്കൊരു കസേരകളി കളിക്കാൻ. ഈ പരസ്പര സഹായം എപ്പോഴുണ്ടായാൽ നിനക്കും നന്ന്, എനിക്കും നന്ന്. ഓ കാര്യക്കാരെ, എന്താ വൈകിയത്? നേരത്തെ വരണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അതാ പൂർണ്ണചന്ദ്രൻ ഉദിച്ചുയർന്നിരിക്കുന്നു. ആയിക്കോട്ടെ, അതിനെന്താ? പൂർണ്ണചന്ദ്രൻ ഉദിച്ചു വരുമ്പോഴുള്ള ആദ്യത്തെ വെളിച്ചം, നിന്റെ മുഖത്ത് തട്ടുമ്പോഴുള്ള ആ സൗന്ദര്യം, അത് കാണാൻ വേണ്ടിയാണ് നിന്നോട് ഞാൻ നേരത്തെ വരാൻ പറഞ്ഞത്. നിനക്ക് ഭ്രാന്ത? അതെ, എനിക്ക് ഭ്രാന്ത. നിന്നോടുള്ള പ്രണയം മൂത്തുള്ള ഭ്രാന്ത്. ഇതിനുള്ള ചികിത്സ നിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. നിനക്ക് മാത്രമേ
ഇത് മാറ്റാൻ കഴിയും. വേണ്ട വേണ്ട, വേല കയ്യിലിരിക്കട്ടെ. പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് പോന്നെ? വെറുതെ നീ വിളിച്ചതല്ലേ, അതുകൊണ്ട് വന്നതാ. ആ, അപ്പൊ ഞാൻ പൊക്കോട്ടെ. അപ്പൊ ചികിത്സ വേണ്ടേ? അവരിപ്പോ കാര്യം നടത്തി കാണില്ലേ ചക്രപാണിയെ? തീർച്ചയായും പോയത് ചില്ലറക്കാരല്ല, മണിക്കൂർ കണക്കിന് പ്രതിഫലം വാങ്ങുന്ന വിദ്വാന്മാരാ. അവരവളെ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് എത്തിച്ചിരിക്കും. എന്നിട്ട് അത് ശരി. അപ്പൊ പറഞ്ഞൊന്നും ഇനി കേട്ടില്ല? ഇല്ലല്ലോ. എന്നാ കേട്ടോ, നീലിക്കൽപ്പ ലഹരിയൊക്കെ കൊടുത്ത് നമ്മൾ ഗ്രാമമുഖ്യന്റെ താമസ സ്ഥലത്ത് എത്തിക്കും. അപ്രതീക്ഷിതമായ ആലസ്യത്തോടെ ഒരു പെണ്ണിനെ മുറിയിൽ കണ്ടാൽ ഗ്രാമമുഖ്യം വീഴുവോ ഇല്ലേ? വീഴേണ്ടതാണെന്നല്ല, തീർച്ചയായും വീഴും. പിറ്റേന്ന് രാവിലെ മുതൽ ഈ ദേശത്ത് ലൈംഗികാരോപണത്തിന്റെ പൊടി പൂരമായിരിക്കും. പീഡന പ്രശ്നത്തിൽ ആടിയുലഞ്ഞു നിൽക്കുന്ന ഭരണക്കാർ തെരഞ്ഞെടുപ്പിലോ അതിനു മുമ്പ് തന്നെയോ തകർന്നടിയും. അതാണ് സ്ത്രീ. അവളൊരു ആയുധമാണ്. ലോകം തുടങ്ങിയ കാലം മുതൽ അവളെ പലരും പല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കും, അത്ര. നമ്മളെ പ്രപഞ്ചനല്ലേ കിടക്കുന്നത്? പ്രപഞ്ച 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 നീലി, നീലി, നീലി. എന്റെ മോളെ കാണാനില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടേനോ? അതിന് ഇന്നലെ ഞങ്ങൾ അവളെ കണ്ടിരുന്നല്ലോ. ഇന്നലെ ഞങ്ങൾ കുറെ നേരം വർത്താനം പറഞ്ഞിരുന്ന. ദൈവമേ, എന്റെ മോളെ അവിടെ പോയി. സന്ധ്യ വരെ പോരെ തങ്കമണീന്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞു പോയതാ. ഇടയ്ക്കൊക്കെ അവള് പോവാറുണ്ട്. രാവിലെ ആയിട്ടും കാണാതായപ്പോ ഞങ്ങൾ അന്വേഷിച്ച് അപ്പോഴാ തങ്കമണീന്റെ അടുത്ത് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. എന്റെ മോളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്റെ കുമുദം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് തങ്കമണി എവിടെ? ഓരും പല വഴിക്ക് തെരഞ്ഞുകൊണ്ടിരിക്കുക. എന്നാ വാ, നമുക്കും പോവാം. കണ്ടോ നിങ്ങൾ നീലിയെ? ഇല്ല, അന്വേഷിച്ചോണ്ടിരിക്കാ. ഇന്നലെ വൈകിട്ട് അവൾ നിങ്ങളുടെ അടുത്തെങ്ങാനും വന്നിരുന്നോ? ഇന്നലെ കടവിൽ വെച്ച് കണ്ടതാണല്ലോ ഞങ്ങള്. പിന്നെ അവള് ഇങ്ങോട്ട് പോയി. ദേ പ്രപഞ്ചനല്ലേ വരുന്നത്. നിങ്ങൾ ആരെങ്കിലും നീലിയെ കണ്ടോ? അയ്യോ, ഇന്നലെ 3-4 പേര് വന്ന് അവിടെ ഒന്ന് തലയ്ക്കൊക്കെ അടിച്ച്. ആരെങ്കിലും കണ്ടോ എന്റെ നീലിയെ? നമുക്ക് അന്വേഷിക്കാം. എവിടെ പോയി അന്വേഷിക്കാനാ? നമുക്ക് കാവൽപ്പാളയത്തിലേക്ക് പോവാം. നടക്ക് നടക്ക് നടക്ക്, എല്ലാരും നടക്കും. ഇന്നലെ സന്ധ്യാസമയത്തിനു ശേഷം നീലി എന്ന പെൺകുട്ടിയെ കാണാൻ രാത്രിയിൽ പ്രപഞ്ചൻ എന്ന യുവാവുമൊത്ത് കമുകിൻ തോട്ടത്തിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ആരോ വന്ന് തട്ടിക്കൊണ്ടുപോയത്രേ. തട്ടിക്കൊണ്ടുപോയത് ആരാണെന്നറിയില്ല, എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്നും അറിയില്ല. അങ്ങനെ വരുമ്പോ ഇതൊരു കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നമാവല്ലോ. അതവിടെ നിൽക്കട്ടെ. ഈ പ്രശ്നത്തിന് ആസ്പദമായ സാഹചര്യങ്ങളെ കുറിച്ച് തിരിച്ച് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം.
സന്ധ്യാസമയത്തിനു ശേഷം പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി പോകുമ്പോൾ അവളുടെ അച്ഛനമ്മമാരായ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നില്ലേ? ഓള് തങ്കമണീന്റെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു പോയതാ. പോയതെങ്ങോട്ടാ? അവളുടെ കാമുകനായ ഈ പ്രപഞ്ചനോട് സല്ലപിക്കാൻ. അങ്ങനെ ഒരു സല്ലാപത്തിന് പോയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ? ഏമാനെ, ഞങ്ങൾ കാണാതെ പോയ നീലി അന്വേഷിച്ചു വന്നതാ, വെറുതെ തർക്കിക്കാനല്ല. എന്താ ഇയാളുടെ പേര്? രുക്മിണി. എന്താ രുക്മിണിയുടെ രക്തം തിളയ്ക്കുന്നുണ്ടോ? വേണ്ട, സ്ത്രീ രക്തം അധികം തിളയ്ക്കണ്ട. ഏമാനെ കുറച്ച് മാന്യമായി സംസാരിക്കണം. മാന്യത പഠിപ്പിക്കുന്ന ആളാണല്ലേ താനല്ലേ കാണാതായ കുട്ടിയുടെ അച്ഛൻ? അതെ. അപ്പൊ പിന്നെ പ്രതിയെ ഞാൻ വേറെ അന്വേഷിക്കണ്ടല്ലോ. ഏമാനെ, ഇയാള് വെച്ച വാഴയിൽ നിന്ന് ഇയാള് തന്നെ കൊലവെട്ടുന്നതിൽ തെറ്റില്ലല്ലോ. തോന്നിയസം പറഞ്ഞോ കൈ ചൂണ്ടി സംസാരിക്കുന്നോടാ. ആ പെണ്ണിനെ പീഡിപ്പിച്ച് കൊന്ന് കുഴിച്ചു മൂടി എന്നുള്ള കുറ്റം ചാർത്തി നിന്നെ അകത്തിടാൻ അറിയാഞ്ഞിട്ടല്ലടാ നായിന്റെ മോനെ. ഈ പ്രശ്നം എങ്ങനെ അന്വേഷിക്കണമെന്നും എങ്ങനെ പ്രതികളെ പിടിക്കണമെന്നും ഞങ്ങൾക്കറിയാം. അത് ഞങ്ങളെ ആരും പഠിപ്പിക്കണ്ട. ആ പരാതി വന്നു കഴിഞ്ഞില്ലേ, ഇനി എല്ലാരും പോയാട്ടെ. പിടിച്ചു മാറ്റടാ എല്ലാവരും. അല്ലേ മാനെ, ഇനി എന്താ നമ്മൾ ചെയ്യാ? എടോ, ഇത് പെൺവിഷയ. ഇതിലിടപെടുമ്പോൾ സൂക്ഷിക്കണം. തെരഞ്ഞെടുപ്പാ വരാൻ പോണത്. അതിനിടയിൽ ഒരു പീഡന പ്രശ്നം കുത്തിപ്പൊക്കി വെറുതെ ഗ്രാമമുഖ്യനെ ബുദ്ധിമുട്ടിക്കണോ? മനസ്സിലായോ? സമാധാനം തിരിച്ചുകൊണ്ടുവരിക. കാവലേമാനെ പിരിച്ചുവിടുക. നീലിയെ കൊന്നവനെ കണ്ടുപിടിക്കുക. ഗ്രാമമുഖ്യൻ നീതി പാലിക്കുക. സമാധാനം തിരിച്ചുകൊണ്ടുവരിക. കാവലേമാനെ പിരിച്ചുവിടുക. നീലിയെ കൊന്നവനെ കണ്ടുപിടിക്കുക. നീലിയെ കൊന്നവനെ കണ്ടുപിടിക്കുക. നീലി ആര് പിടിച്ചോണ്ട് പോയതാണാവോ? ഗ്രാമമുഖ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോയെന്നാണല്ലോ കേട്ടത്. ആ കാവലേമാൻ ഒരു ദുഷ്ടനാ. ഇന്ന് അയാള് തന്നെയായിരിക്കും അത് ചെയ്തത്. ഗ്രാമമുഖ്യന്റെ അടുത്തേക്ക് അവളെ കൊണ്ടുപോയത് കണ്ടവർ. എന്നാൽ ഈ ഭരണക്കാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പോയപ്പോ എന്താ അയാള് പറഞ്ഞത്? ഗ്രാമമുഖ്യൻ നീതി പാലിക്കുക. ഗ്രാമമുഖ്യൻ നീതി പാലിക്കുക. ഗ്രാമമുഖ്യൻ നീതി പാലിക്കുക. കാവലേമാനെ പിരിച്ചുവിടുക. കാവലേമാനെ പിരിച്ചുവിടുക. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച വഴിയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നീലിയുടെ പ്രശ്നം ഒതുക്കി തീർക്കാൻ ഗ്രാമമുഖ്യനും കൂട്ടരും ഒരുപാട് കഷ്ടപ്പെടും. ജനങ്ങൾ ഇളകി തുടങ്ങി കഴിഞ്ഞു. അവരുടെ പ്രതിഷേധത്തിന് എരിവ് കൂട്ടാൻ നമ്മളും വേണ്ടത് ചെയ്യണം. എന്നാലും ശരിയില്ലാത്തൊരു ഏർപ്പാടായി പോയത്. മാനസികമായിട്ട് ഇതിനോട് യോജിക്കാൻ എനിക്ക് പറ്റൂല. മാനസികമായിട്ട് യോജിക്കണ്ടോ, ശാരീരികമായിട്ട് ആയിക്കൂടെ? അധികാരം കിട്ടുമ്പോ ഞണ്ണ ഈയൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു കാര്യം തീരുമാനിച്ചാ ഒരുമിച്ച് നിൽക്കാൻ പഠിക്കണോ ആദ്യം. അല്ല പിന്നെ ഇവനെ സൂക്ഷിക്കണം. ഇവന് നമ്മുടെ സംഘത്തിൽ നിന്ന് പുറത്താക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നിക്കട്ടെ, വേണ്ടത് ചെയ്യാ. കാര്യക്കാരൻ വരുന്നു. നന്നായി. കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതിനേക്കാൾ ഭംഗിയായി നിങ്ങൾ ചെയ്തു. ഇനി അടുത്ത ദിവസം മുതൽ ദർബാർ ഉലയണം, ആട്ടി ഉലയണം. അല്ല കാര്യക്കാരെ, നീലി പേടിയുള്ളത്? അവളെ ഗ്രാമമുഖ്യൻ പീഡിപ്പിച്ചു കൊന്നു. ആരോപണം കൂടെ നാളത്തെ പ്രതിഷേധത്തെ ആളിക്കത്തി.
നമ്മളുടെ യോഗം കൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്നുണ്ടായ പ്രതിഷേധം നമ്മുടെ ഭരണകൂടത്തിന് തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതെ അതെ, ഇനി എപ്പോ ഭരണം താഴെ പോയി എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ദേശത്തെ സ്ത്രീകളുടെ മാനം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ഈ സമയത്താണ് ഈ വിഷയം നമ്മുടെ മുമ്പിൽ വന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതെ, അത് തന്നെ. ഗ്രാമമുഖ്യനാണ് പെൺകുട്ടി ഇല്ലാതാക്കിയത് എന്ന ആരോപണം ഉണ്ടായ സ്ഥിതിക്ക് നമ്മുടെ ഭാഗം ന്യായീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതെ അതെ. ആരോ ഒരാൾ ഏതോ ഒരു പെൺകുട്ടിയെ എന്റെ അതിഥി മന്ദിരത്തിലേക്ക് കൊണ്ടുവരുന്നതായി കണ്ടു എന്ന് പറയുന്നതിൽ എന്താ കാര്യം? ഈ ആരോപണം ഉന്നയിക്കുന്നവർ അത് തെളിയിക്കട്ടെ. എന്തായാലും വെറും ഒരു ആരോപണത്തിന്റെ പേരിൽ രാജിവെക്കാനൊന്നും ഞാൻ തയ്യാറല്ല. ആട്ടെ, നിങ്ങൾ ആരെങ്കിലും ഞാനിത് ചെയ്തായിട്ട് കരുതുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. കാര്യക്കാരെ ഇല്ല. അപ്പോ പിന്നെ ഇനി നമുക്ക് ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. നമുക്കിപ്പോ ഈ പ്രശ്നത്തിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടണം. അതിനെന്താ ചെയ്യാ? നമ്മൾ വിദേശ ബാങ്കിൽ നിക്ഷേപിച്ച പണത്തിൽ നിന്ന് കുറച്ചെടുത്ത് ജനങ്ങൾക്ക് സൗജന്യമായിട്ട് വിതരണം ചെയ്താൽ പോരെ? ഏയ്, അതുകൊണ്ടൊന്നും കാര്യമില്ല. എല്ലാവർക്കും സൗജന്യമായി കുപ്പിക്കണക്കിന് മദ്യം കൊടുത്തങ്ങ് ബോധം കെടുത്തി കിടത്തിയാലോ? അതൊരു നല്ല ആശയം. പക്ഷെ സ്ത്രീകള് മദ്യം കഴിക്കില്ലല്ലോ. മനുഷ്യരല്ലേ, ശുദ്ധജലം കിട്ടാതെ വരുമ്പോ അടിച്ചോളൂ. നമ്മളിവിടെ തടവിലാക്കിയ ഒരു ശത്രു ചാരനുണ്ടല്ലോ, അവനെ പൊതുജന മധ്യത്തിൽ നമുക്ക് തൂക്കിലേറ്റിയാലോ? എന്നിട്ട് അപ്പോൾ അയൽ രാജ്യത്തിന് പ്രകോപനമുണ്ടാവും. അവരും എന്തെങ്കിലും ചെയ്യും. തിരിച്ച് നമ്മളും. അങ്ങനെ അതൊരു യുദ്ധമായി മാറും. യുദ്ധം വന്നു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ഇതെല്ലാം അങ്ങ് മറക്കും. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്കൊരു മേൽക്കൈ ഉണ്ടാക്കും. ഇനി ശത്രു രാജ്യം നമ്മളെ തോൽപ്പിച്ച് ഇവിടം പിടിച്ചടക്കിയാലോ? അപ്പൊ പിന്നെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ടി വരില്ല. തല ഉണ്ടെങ്കിലല്ലേ ചിന്തിക്കേണ്ടതുള്ളൂ. അതൊന്നും പ്രാവർത്തികമല്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം. നീലിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ആളെ പിടികൂടണം. അങ്ങനെ ഒരാളെ കിട്ടണ്ടേ? പ്രപഞ്ചൻ, നീലിയുടെ കാമുകൻ, അവൻ തന്നെയാണ് അത് ചെയ്തത്. അങ്ങനെ നമ്മൾ വരുത്തി തീർക്കണം. ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു കൊന്നിട്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ചിരിക്കുകയല്ലേ? ഞാനോ? പിന്നെ ഞങ്ങളാണോ? പ്രിയ ദേശവാസികളെ, ആദിമകാലം മുതൽ സ്ത്രീത്വത്തിന് നമ്മളൊരു ബഹുമാനം കൽപ്പിച്ച് പോന്നിട്ടുണ്ട്. ആ ബഹുമാനത്തിന് ഇപ്പോൾ ഇവിടെ ഭംഗം വന്നിരിക്കുന്നു. നീലി എന്ന പെൺകുട്ടിയെ കാമഭ്രാന്തനായ ഒരു കാപ്പാലികൻ അതിക്രൂരമായി പിച്ച് ചീന്തിക്കൊന്ന് പുഴയിലെറിഞ്ഞിരിക്കുന്നു. അയാളെ വിചാരണ ചെയ്ത് ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ നൽകുവാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഗ്രാമഗുരു, ഇവന്റെ പേരിലുള്ള കുറ്റപത്രം വായിച്ചാലും. ഇവൻ പ്രപഞ്ചൻ എന്ന ചെറുപ്പക്കാരൻ, മുൻപ് സ്വപ്നങ്ങൾ കാണാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞ് ജനങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചവൻ. അന്ന് തെളിവുകളും സാക്ഷികളും ലഭിക്കാത്തതിനാൽ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ രക്ഷപ്പെട്ടവൻ. നീലി എന്ന പെൺകുട്ടിയെ പ്രണയം നടിച്ച് വശത്താക്കി ആരുമറിയാതെ കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊന്ന ശേഷം മൃതദേഹം പുഴയിലൂടെ ഒഴുക്കിക്കളഞ്ഞു. പൂർണ്ണമായ തെളിവുകൾ ഒന്നാം സാക്ഷിയും രണ്ടാം സാക്ഷിയും മൂന്നാം സാക്ഷിയും തന്നു കഴിഞ്ഞിരിക്കുന്നു. ആ സ്ഥിതിക്ക് പ്രപഞ്ചൻ തന്നെയാണ് ഈ ക്രൂരത ചെയ്തതെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു.
വളരെ നീചമായ പ്രവൃത്തി ചെയ്ത ഈ പ്രപഞ്ചന് ഏറ്റവും കടുത്ത ശിക്ഷ കൊടുക്കുവാൻ ഈ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നു. കരിമ്പൻ മലയിൽ നിന്നും താഴോട്ട് വലിച്ചെറിഞ്ഞവനെ കൊല്ലുക. നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ വീട്ടിൽ കൊണ്ടാക്ക്. വാ, അവന്മാരെ അവിടെ തന്നെ ഉണ്ടോ, അവന്മാരെ വിടരുത്, എല്ലാത്തിനും പിടിക്കണം. വാ വാ വാ. ഇത്തവണയും നമ്മൾ പ്രിയപ്പെട്ട ദേശവാസികളെ, മാറ്റത്തിന്റെ വലിയൊരു കൊടുങ്കാറ്റ് തന്നെ ഈ ദേശത്തിന്റെ മുകളിലൂടെ ആഞ്ഞു വീശിക്കഴിഞ്ഞു. കലയായാലും ശാസ്ത്രമായാലും ജനക്ഷേമ തൽപരങ്ങളല്ലാത്തതെല്ലാം അതാത് സമയങ്ങളിൽ മാറ്റിയെഴുതപ്പെട്ടിട്ടുണ്ട്. ഇവിടെയും ഇപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സ്വപ്നങ്ങൾ കാണാം. നല്ലൊരു ഭാവി ലക്ഷ്യം വെച്ചുകൊണ്ട് അത് സാക്ഷാത്കരിക്കാനായി ഒരുമിച്ച് പ്രവർത്തിക്കാം. അഴിമതിയും സ്വജനപക്ഷപാതവും ഇല്ലാത്ത ഒരു ഭരണകൂടം, കൊള്ളയും കൊള്ളുവെപ്പും മാനഭംഗങ്ങളും ഇല്ലാത്ത സമൂഹം, അതായിരിക്കണം നമ്മുടെ സ്വപ്നം. അതിനായി നമ്മൾക്ക് തോളോട് തോൾ ചേർന്ന് നിൽക്കാം. GK സാർ, മലയാളം ചാനലിൻ്റെ ഫിലിം ഷോ എന്ന പ്രോഗ്രാമിന് വേണ്ടി ഈ സിനിമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമോ? പിന്നെന്താ പറയാലോ. വളരെ കഷ്ടപ്പെട്ട് ഏറെ ത്യാഗങ്ങൾ സഹിച്ച് ഒരു ചെറിയ ബഡ്ജറ്റിൽ എൻ്റെ സ്റ്റുഡൻസ് ചെയ്യുന്ന സിനിമയാണിത്. ഇതിൻ്റെ ആശയം വളരെ ശക്തമായും വ്യക്തമായും അവതരിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചിരിയും ചിന്തയും എല്ലാം ഈ സിനിമയിലുണ്ട്. ഇനി നിങ്ങൾ കണ്ടു നോക്കൂ.